Good afternoon. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറഞ്ഞ പുതിയ ചാപ്റ്റർ ആണ് അല്ലെ നമ്മൾ പഠിച്ചത്. അതിനകത്ത് നമ്മൾ ഫസ്റ്റ് ജസ്റ്റ് നമ്മളെ ഇൻട്രൊഡക്ഷൻ നമ്മൾ പറഞ്ഞു. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം, ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം എന്താണ്, അതിന്റെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ നമ്മൾ എന്താ പറയാ, അതിന്റെ ഒരു പിക്ചർ. ഇതിനൊന്നും എക്സാമിന് വരില്ല, എന്നാലും ഒരു ഹൈ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഒരു പേഷ്യന്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ് അവിടെ കൊടുത്തേക്കുന്നത് കേട്ടോ. പിന്നെ അടുത്തത് നമ്മൾ പറഞ്ഞത് ഏതാണ്, കമ്പോണൻസ് ആണ്. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ ഘടകങ്ങൾ, കമ്പോണൻസ് എന്തൊക്കെയാണ് അല്ലെ. അതിൽ ഫസ്റ്റത്തെയാണ് നമ്മൾ നോക്കിയത്, അപ്പോയിന്റ്മെന്റ് മാനേജ്മെന്റ്. അപ്പൊ അതിനകത്ത് പല കമ്പോണന്റ് നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ ഒരു ഘടകമാണ് അപ്പോയിന്റ്മെന്റ് മാനേജ്മെന്റ്. അത് എന്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അവിടെ കൈകാര്യം ചെയ്യുന്നത്, അപ്പോയിന്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയാണ് അല്ലെ. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ അപ്പോയിന്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അവിടെ കൈകാര്യം ചെയ്യുന്നത്. അതെങ്ങനെയാ, അതിനകത്ത് ഓൺലൈനായിട്ട് ഹോസ്പിറ്റലിന്റെ വെബ്സൈറ്റില് പേഷ്യൻസിന് നേരെ കയറി കഴിഞ്ഞാൽ ഓൺലൈനായിട്ട് അപ്പോയിന്റ്മെന്റ് എടുക്കാനുള്ള ഒരു സംവിധാനം അവിടെ ഉണ്ട് അല്ലെ. അപ്പൊ പേഷ്യന്റിന് ഈസി ആയിട്ട് അവരുടെ കംഫർട്ട് അനുസരിച്ച് അല്ലെ, നമുക്ക് എപ്പോഴാണ് സൗകര്യപ്രദമായിട്ടുള്ളത്, അല്ലെങ്കിൽ നമുക്ക് ഏത് ഡോക്ടറിനെയാണോ കാണേണ്ടത് ആ ഡോക്ടറിന്റെ അവൈലബിൾ ആയിട്ടുള്ള സമയമൊക്കെ അനുസരിച്ച് നമുക്ക് ഓൺലൈനായിട്ട്, നമ്മൾ ഹോസ്പിറ്റലിൽ പോകാതെ തന്നെ ഓൺലൈനായിട്ട് നമുക്ക് അപ്പോയിന്റ്മെന്റ് എടുക്കാൻ പറ്റും അല്ലെ. പേഷ്യന്റ് ക്യാൻ ഈസിലി ഷെഡ്യൂൾ ആൻഡ് അപ്പോയിന്റ്മെന്റ്. ഓക്കെ, അപ്പൊ എന്താണ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ അപ്പോയിന്റ്മെന്റ് മാനേജ്മെന്റ് എന്താണ് കൈകാര്യം ചെയ്യുന്നത്, പേഷ്യൻസിന്റെ അപ്പോയിന്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു. ഓക്കെ, ഇതിനകത്ത് ആ പിക്ചറാണ് അവിടെ കൊടുത്തേക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. ഇതിന്നിപ്പോ എക്സാമിന് ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടാവില്ല. നോക്കിയേ, അപ്പോയിന്റ്മെന്റ് ബുക്കിംഗ് ഉണ്ടോ, ബുക്ക് ചെയ്യുന്നുണ്ടോ ഫോണിൽ തന്നെ. അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യുന്നു. ടൈംലി എൻഗേജ്മെന്റ്, ഏത് സമയത്തേക്കാണോ അല്ലെ. അപ്പൊ ടൈം നമ്മുടെ സമയത്തിനനുസരിച്ച് തന്നെ നമുക്ക് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും അല്ലെ. ടൈംലി എൻഗേജ്മെന്റ് ഏത് സമയത്തേക്കാണോ. അടുത്ത് നോക്കിയേ, റിലവന്റ് കമ്മ്യൂണിക്കേഷൻ, അവരെ കുറിച്ചുള്ള റിലവന്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, ആവശ്യമായിട്ടുള്ള ആ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് നോക്കിയേ, അപ്പോയിന്റ്മെന്റ് ആൻഡ് കേസ് ഹിസ്റ്ററി കണ്ടോ, അവരെ കുറിച്ചുള്ള കേസ് ഹിസ്റ്ററി എടുക്കുന്നു. പിന്നെ അതിനകത്ത് നെക്സ്റ്റ് നോക്കിയേ, കോൺവെർസേഷൻ ഹിസ്റ്ററി, കോൺവെർസേഷൻ കമ്മ്യൂണിക്കേഷൻ, പേഷ്യൻസും ഡോക്ടറും ഒക്കെ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ. നെക്സ്റ്റ് ഡോക്ടറാണ് കേട്ടോ, പേഷ്യന്റും ഡോക്ടറും തമ്മിലുള്ള റിലവന്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ. ഇപ്പൊ നമുക്ക് ഓൺലൈൻ ആയിട്ടാണെങ്കിലും നമുക്ക് ഡോക്ടറിനെ നമുക്ക് നേരെ, ഇപ്പൊ കൊറോണ ആ സമയത്തൊക്കെ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാതെ നേരിട്ട് നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് ഡോക്ടറുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുള്ള ഒരു സംവിധാനമൊക്കെ ഉണ്ടായിരുന്നല്ലേ. ആ സമയത്തൊക്കെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകാതെ തന്നെ നമുക്ക് ഡോക്ടറുമായിട്ട് എന്താ പറയാ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റുമായിരുന്നു അല്ലെ. പിന്നെ അടുത്തതാണ് ഡെമോഗ്രാഫിക് എന്ന് പറയുന്നത്, അതായത് പേഷ്യന്റിന്റെ ഏജ്, ജെൻഡർ, പിന്നെ അതുപോലെ തന്നെ വെയിറ്റ് കണ്ട, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ. ഇനി പേജ് നമ്പർ എത്രയാ സജ്ജത ഇവിടെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ഒന്ന് മെസ്സേജ് ചെയ്തിട്ട് എത്രയാ വെച്ചത്. 80 കേട്ടോ, 8ാമത്തെ ചാപ്റ്റർ ആട്ടോ, ചാപ്റ്റർ 8 ആണ്, 4th മൊഡ്യൂളിലെ 8ാമത്തെ ചാപ്റ്റർ ആണ് അത്. 81. ഓക്കെ, പിന്നെ അടുത്തത് വെബ്സൈറ്റ് ആക്ടിവിറ്റി ഹിസ്റ്ററി, അതായത് വെബ്സൈറ്റ് വഴി നമ്മൾ എത്ര പേര് അവിടെ അപ്പോയിന്റ്മെന്റ് എടുത്തു എന്നുള്ളതൊക്കെ. ഒന്നില്ലെങ്കിൽ നമുക്ക് അതെങ്ങനെയാ, ഈ സർവേ പോലെ എടുത്തിട്ട് അത് ഗ്രാഫിലോ അല്ലെങ്കിൽ ഒന്നാമത്തെ പൈ ഡയഗ്രാം അല്ലേ, അങ്ങനെ ആ ചാർട്ടിലൊക്കെ നമ്മൾ റെപ്രസെന്റ് കൊടുക്കുകയാണ്, ഒരു ഗ്രാഫ് രൂപത്തിലാക്കുകയാണ്. അപ്പൊ പെട്ടെന്ന് നമുക്ക് അത് ഐഡന്റിഫൈ ചെയ്യാം അല്ലെ. ഡീറ്റെയിൽ ആയിട്ട് എഴുതുന്നതിനേക്കാളും നമുക്ക് ആ ഗ്രാഫ് നോക്കി കഴിഞ്ഞാൽ ഇത്ര പെർസെന്റേജ് ആളുകള് അല്ലെ. അപ്പൊ അത് അങ്ങനെ ഒരു എന്താ, നമുക്ക് ഒരു ഗ്രാഫിലേക്ക് അത് റെപ്രസെന്റ് ചെയ്യാം. അങ്ങനെ വെബ്സൈറ്റ് വഴി എത്ര പേര് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ട് എന്ന ഒരു സർവേ പോലെ അതൊരു ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ആണ്, ഡയഗ്രത്തിൽ അത് റെപ്രസെന്റ് ചെയ്ത് വെച്ചേക്കാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ കമ്പോണന്റ് ആണ് പേഷ്യന്റ് മാനേജ്മെന്റ്. അപ്പൊ എന്തായിരിക്കും അതിൽ വരുന്നത്, ഹോസ്പിറ്റൽ
ഇൻഫർമേഷൻ സിസ്റ്റം അല്ലെങ്കിൽ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ പേഷ്യന്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ കമ്പോണന്റ് എന്താ ചെയ്യുന്നത്? പേഷ്യന്റ് മാനേജ്മെന്റ് എന്താ ചെയ്യുന്നത്? എന്തുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും? അപ്പോ പേഷ്യന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ആണ് അവിടെ കൈകാര്യം ചെയ്യുന്നത്. അത് ഓരോ ഭാഗങ്ങളാണ് കേട്ടോ, ഓരോ ഘടകങ്ങളാണ്. മാനേജിങ് പേഷ്യൻസ് അല്ലെ, പേഷ്യൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിരിക്കും അവിടെ വരുന്നത്. ഫസ്റ്റത്തെ ഏതാണ്? അപ്പോയിന്റ്മെന്റ് അല്ലെ, പേഷ്യൻസിന്റെ അപ്പോയിന്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് കാര്യങ്ങൾ. അപ്പോയിന്റ്മെന്റ് മാനേജ്മെന്റ് സിസ്റ്റം ആ വരിയിൽ തന്നെ നമുക്കറിയാം. ഓക്കെ, പേഷ്യന്റുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എന്താ ഈ സിസ്റ്റത്തിൽ സൂക്ഷിച്ചു വെച്ചേക്കാണ്. അപ്പൊ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ ഒരു കമ്പോണന്റ് ആണ് പേഷ്യന്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതെന്താ? പേഷ്യന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും സിസ്റ്റത്തില് എന്ത് ചെയ്തേക്കാണ്? ശേഖരിച്ചു വെച്ചേക്കാണ്. അപ്പൊ നമ്മൾ ഏതാണോ നമ്മുടെ അപ്പോയിന്റ്മെന്റ് ആണെങ്കിൽ അത് എടുത്താൽ മതി അല്ലെ. അപ്പോയിന്റ്മെന്റ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ അത് എടുത്താൽ മതി. പേഷ്യന്റ് മാനേജ്മെന്റ് എന്നുള്ളതാണെങ്കിൽ അത് ഓപ്പൺ ചെയ്താൽ മതി അല്ലെ. അപ്പൊ നമ്മുടെ ആവശ്യം ഏതാണ് അതനുസരിച്ചുള്ള ആ ഇത് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് അതിനകത്ത് കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇവിടെ എന്താ? പേഷ്യന്റുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ സിസ്റ്റത്തിൽ സൂക്ഷിച്ചു വയ്ക്കുന്നു. ഓക്കെ, ആഫ്റ്റർ ദ പേഷ്യന്റ് ഓറിയന്റേഷൻ ഈസ് കംപ്ലീറ്റഡ്, പേഷ്യന്റിന്റെ ക്രമീകരണം അതായത് അപ്പോയിന്റ്മെന്റിനൊക്കെ ശേഷം എന്ത് ചെയ്യുന്നു? ദ പേഷ്യന്റ് ഈസ് ഷിഫ്റ്റഡ് ടു ആൻ IPD or OPD. പേഷ്യന്റിനെ എങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്? IPD, ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഔട്ട് പേഷ്യന്റ് OPDയിലേക്കോ എന്ത് ചെയ്യുന്നു? അവരെ ഷിഫ്റ്റ് ചെയ്യുന്നു. ഒന്ന് അണ്ടർലൈൻ ചെയ്തോട്ടെ അത്. ആഫ്റ്റർ ദ patient orientation is completed, the patient is shifted to an IPD or OPD. The patient management module of HMS caters to the necessities of the inpatient and outpatient department. അപ്പൊ എന്താ? ഇൻപേഷ്യന്റിന്റെയും ഔട്ട്പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിന്റെയും ആവശ്യകതകൾ നിറവേറ്റുന്നു. ആര്? ദ പേഷ്യന്റ് മാനേജ്മെന്റ് മൊഡ്യൂൾ. അതായത് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ ഒരു മൊഡ്യൂളാണ്, ഒരു ഘടകമാണ് പേഷ്യന്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ചോദിക്കാം കേട്ടോ. ദ പേഷ്യന്റ് മാനേജ്മെന്റ് മൊഡ്യൂൾ, ഓരോ മൊഡ്യൂളും എന്താ ചെയ്യുന്നതെന്നുള്ളത് നോക്കി വെക്കണം കേട്ടോ. ഇതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. ദ പേഷ്യന്റ് മാനേജ്മെന്റ് മൊഡ്യൂൾ എന്താ ചെയ്യുന്നത്? ഓഫ് HMS. HMSന്റെ പേഷ്യന്റ് മാനേജ്മെന്റ് മൊഡ്യൂൾ എന്തിനാ? കാറ്റേഴ്സ് എന്ന് വെച്ചാൽ നിറവേറ്റുക. എന്താ നിറവേറ്റുന്നത്? നെസസിറ്റീസ് ഓഫ് ദ ഇൻപേഷ്യന്റ് ആൻഡ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. ഇൻപേഷ്യന്റിന്റെയും ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിന്റെയും ആവശ്യകതകൾ നിറവേറ്റുന്നു. അണ്ടർലൈൻ ചെയ്തോ. ഇത് കറക്റ്റ് ആൻഡ് സ്റ്റോർസ് ദ മെഡിക്കൽ ഹിസ്റ്ററി. എന്തൊക്കെയാ ഇതിനകത്ത് ഈ സിസ്റ്റം, ഈ പേഷ്യന്റ് മാനേജ്മെന്റ് മൊഡ്യൂളിൽ എന്തൊക്കെയാ സ്റ്റോർ ചെയ്യുന്നേ? ഓക്കെ, മെഡിക്കൽ ഹിസ്റ്ററി, പേഷ്യന്റിന്റെ മെഡിക്കൽ ഹിസ്റ്ററി സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. ട്രീറ്റ്മെന്റ് റിക്വയർഡ്, എന്തൊക്കെ ട്രീറ്റ്മെന്റ് ആണ് അവർക്ക് ആവശ്യമുള്ളത് അതുണ്ടാവും. ഡീറ്റെയിൽസ് ഓഫ് ദ പ്രീവിയസ് വിസിറ്റ്, അവര് മുന്നേ വന്നിട്ടുണ്ടെങ്കിൽ അല്ലെ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും. അപ്കമിങ് അപ്പോയിന്റ്മെന്റ്സ്, ഇനി വരാനിരിക്കുന്ന, അതായത് നമുക്ക് ഇനിയിപ്പോ അടുത്ത പ്രാവശ്യം നമുക്ക് ഇന്ന് ചെല്ലുമ്പോൾ അടുത്ത മാസം ഡോക്ടറിനെ കാണണമെന്ന് പറയാണ് അല്ലെ. അപ്പൊ നമുക്ക് അപ്പോയിന്റ്മെന്റ് അന്ന് തന്നെ ബുക്ക് ചെയ്തിട്ട് പോരാൻ പറ്റൂലേ നമുക്ക് അല്ലെ? ഹോസ്പിറ്റലില് നമുക്ക് അപ്പൊ തന്നെ അല്ലെ, നമുക്ക് അപ്പോ നമുക്ക് ബുക്ക് ചെയ്യാം. അതാണ് അപ്കമിങ് അപ്പോയിന്റ്മെന്റ്. ഇനി വരാനിരിക്കുന്ന, ഇപ്പൊ നമ്മളോട് 2 ആഴ്ച കഴിഞ്ഞ് വരണം എന്നൊക്കെ പറയുമ്പോൾ ഡോക്ടറിനെ നമുക്ക് ഇപ്പൊ തന്നെ നമുക്ക് അപ്പോയിന്റ്മെന്റ് എടുക്കാം അല്ലെ. അന്നേരത്തേക്ക് വെക്കേണ്ട. അതാണ് അപ്കമിങ് അപ്പോയിന്റ്മെന്റുകള്, പിന്നെ റിപ്പോർട്ട്സുകള്, ഇൻഷുറൻസ് ഡീറ്റെയിൽസ് ആൻഡ് മോർ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു? ഈ പേഷ്യന്റ് മാനേജ്മെന്റ് മൊഡ്യൂളില് സ്റ്റോർ ചെയ്യുന്നു, അതേ കളക്ട് ചെയ്യുന്നു. ഒന്ന് അണ്ടർലൈൻ ചെയ്തോ കേട്ടോ എന്തൊക്കെയാ വരുന്നതിനുള്ളത്. മെഡിക്കൽ ഹിസ്റ്ററി, ട്രീറ്റ്മെന്റ് റിക്വയർഡ്, ഡീറ്റെയിൽസ് ഓഫ് ദ പ്രീവിയസ് വിസിറ്റ്, അപ്കമിങ് ഇനി വരാനിരിക്കുന്ന അപ്പോയിന്റ്മെന്റുകള്, റിപ്പോർട്ടുകൾ, ഇൻഷുറൻസ് ഡീറ്റെയിൽസ് ഇതെല്ലാം കളക്ട് ചെയ്യുന്നു. It generate unique admission number for each patient to easily handle admission, discharge and transfer. കണ്ടോ? ഇനി എന്താ പറഞ്ഞേക്കുന്നത്? ഇറ്റ് ജനറേറ്റ് യൂണിക് അഡ്മിഷൻ നമ്പർ. നമ്മൾ ഫസ്റ്റ് നമ്മൾ ചെല്ലുമ്പോൾ നമുക്കൊരു നമ്പർ തരൂലേ?
അല്ലെ? അഡ്മിഷൻ നമ്പർ, അഡ്മിഷൻ എടുക്കുമ്പോൾ നമുക്ക് നമ്പർ തരും. അപ്പൊ അതെന്താ, അത് നമ്മൾ എന്തിനു സഹായിക്കുന്നു? ടു ഈസി ഹാൻഡിൽ അഡ്മിഷൻ. നമുക്ക് അഡ്മിഷൻ എളുപ്പമാക്കാൻ, ഡിസ്ചാർജ്, ട്രാൻസ്ഫർ, അല്ലെ? ട്രാൻസ്ഫർ, ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് യൂണിക് അഡ്മിഷൻ നമ്പർ, UID നമ്പർ, അല്ലെ? യൂണിക് അഡ്മിഷൻ നമ്പർ സഹായിക്കുന്നു. ഇറ്റ് ഓൾസോ ബിൽഡ് എ കോംപ്രഹെൻസീവ് ഡിസ്ചാർജ് സമ്മറി ടു മേക്ക് ഷുവർ ഓഫ് സ്മൂത്ത് ഡിസ്ചാർജ്. പിന്നെ എന്താ, ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള, കാര്യക്ഷമമായിട്ടുള്ള, അല്ലെങ്കിൽ സമഗ്രമായിട്ടുള്ള ഡിസ്ചാർജ് സമ്മറി തയ്യാറാക്കുന്നു. എന്തിനാ? ടു മേക്ക് ഷുവർ ഓഫ് സ്മൂത്ത് ഡിസ്ചാർജ്, ഒരു സ്മൂത്ത് ആയിട്ടുള്ള, അല്ലെ, വളരെ സുഗമമായിട്ടുള്ള ഡിസ്ചാർജിന് വേണ്ടിയിട്ട് എന്താണ്, അപ്പൊ ഒരു ഡിസ്ചാർജ് സമ്മറി, അതായത് നമ്മളെ പേഷ്യന്റ് നമ്മൾ ചെല്ലുമ്പോ തന്നെ നമ്മൾ എന്താ, പേഷ്യൻസിനെ കുറിച്ചുള്ള വിവരങ്ങൾ ആ സിസ്റ്റത്തിൽ സ്റ്റോർ ചെയ്യുമല്ലോ. ഓൾറെഡി ഉണ്ടല്ലോ, ഓൾറെഡി സ്റ്റോർ ചെയ്ത് വെക്കൂലേ? ഓൾറെഡി ആ സിസ്റ്റത്തിൽ അവിടെ സ്റ്റോർ ചെയ്തിട്ട് വെക്കേണ്ടതാണ്. അപ്പൊ നമുക്ക് അങ്ങനെ, നമുക്ക് ഇപ്പൊ ഡിസ്ചാർജ് സമയത്തൊക്കെ ആണെങ്കിലും നമുക്ക് എന്താ, ഇനി എല്ലാ കാര്യങ്ങളും ആദ്യം മുതലൊന്നും അടിച്ചു കൊടുക്കണ്ട, അല്ലെ? നമ്മുടെ ഡീറ്റെയിൽസ് ഓൾറെഡി സിസ്റ്റത്തിലുണ്ട്. അപ്പൊ അങ്ങനെ ഡിസ്ചാർജ് സമ്മറി, നമ്മുടെ അഡ്മിഷന്റെ കാര്യങ്ങൾ, ട്രാൻസ്ഫർ, അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യുന്നു, ഹാൻഡിൽ ചെയ്യാനായിട്ട് യൂണിക് അഡ്മിഷൻ നമ്പർ സഹായിക്കുന്നു. ഇറ്റ് ഓൾസോ ബിൽഡ് എ കോംപ്രഹെൻസീവ് ഡിസ്ചാർജ് സമ്മറി. ഇതൊരു എന്തുകൂടി നിർമ്മിക്കുന്ന ഒരു സമഗ്രമായിട്ടുള്ള ഡിസ്ചാർജ് സമ്മറി. എന്തിനാ? ടു മേക്ക് ദ ഷുവർ ഓർ സ്മൂത്ത് ഡിസ്ചാർജ്, സ്മൂത്ത് ആയ സുഗമമായിട്ടുള്ള ഡിസ്ചാർജ് വേണ്ടിയിട്ട് ഒരു സമഗ്രമായിട്ടുള്ള ഒരു ഡിസ്ചാർജ് സമ്മറിയും ബിൽഡ് ചെയ്യുന്നു. Okay, up to the same time, it reports and generate the related document. Example, consent forms for electronic signature. പിന്നെ അവരുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസുകളുടെ ഡോക്യുമെന്റ്സ് കണ്ടോ, അവരുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ്, അതിന്റെ റെക്കോർഡുകൾ സൂക്ഷിക്കുന്നു. എക്സാമ്പിള്, നമുക്ക് ഈ ഇലക്ട്രോണിക് സിഗ്നേച്ചർ, ഇപ്പൊ നമ്മൾ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ ഒരു പ്രാവശ്യം നമ്മൾ സൈൻ ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ പിന്നെ നമ്മൾ സൈൻ ചെയ്യണമെങ്കിൽ എന്താ പറയാ, നമുക്ക് ആ സിസ്റ്റത്തിലേക്ക് നമ്മുടെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്ത് കൊടുക്കും. അപ്പൊ പിന്നെ സൈൻ വേണമെങ്കിൽ എന്താ, അതായത് അവിടെ കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. സിസ്റ്റത്തില് നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്താ, ആ സിഗ്നേച്ചർ അവിടെ കിട്ടും, അല്ലെ? അപ്പൊ നമുക്ക് അങ്ങനെ ഇലക്ട്രോണിക് സിഗ്നേച്ചർ ഇപ്പൊ എന്തെങ്കിലും ഇതിനൊക്കെ നമുക്ക് സമ്മതം കൊടുക്കണ്ടേ, സൈൻ ചെയ്യണ്ടേ? എന്തെങ്കിലും സർജറി പറഞ്ഞോ, അല്ലെങ്കിൽ എന്താ പറയാ, എന്തെങ്കിലും ഇപ്പൊ നമ്മുടെ ഫോംസുകളൊക്കെ ആണെങ്കിലും ഇൻഷുറൻസിന്റെ വല്ല കാര്യങ്ങളോ നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കേണ്ട ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സിസ്റ്റത്തില് എന്താ പറയാ, നമ്മുടെ സിഗ്നേച്ചർ അത് അപ്ലോഡ് ചെയ്തിട്ട് പിന്നെ ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ ഉണ്ടെങ്കിലും എന്താ, അത് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്തിട്ടൊക്കെ ചെയ്യാനും പറ്റും. അപ്പൊ അതിനകത്ത് നമ്മൾ അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞത് പേഷ്യന്റ് മാനേജ് മൊഡ്യൂള് എന്തിനാണ്, ഇൻപേഷ്യന്റ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ആവശ്യകതകൾ നിറവേറ്റതും പിന്നെ അതിനകത്ത് എന്തൊക്കെ ഉള്ളതെന്നുള്ളതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. പേഷ്യന്റ് മാനേജ്മെന്റ് മൊഡ്യൂളിൽ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നോട്ട് ചെയ്യുക. പിന്നെ ആ കോംപ്രിഹെൻസീവ് സ്മൂത്ത് ഡിസ്ചാർജിനായിട്ട് ഒരു സമഗ്രമായിട്ടുള്ള ഒരു ഡിസ്ചാർജ് സമ്മറി തയ്യാറാക്കാനായിട്ട് സഹായിക്കുന്നു. പേഷ്യന്റ് മാനേജ്മെന്റ് മൊഡ്യൂൾ സഹായിക്കുന്നു. നോക്കിയേ, when you begin collecting and storing data on HMS, default also eliminate the needs to get these details on every visit. കണ്ടോ, അപ്പൊ നമ്മൾ പറഞ്ഞു, നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ്, പേര്, വയസ്സ്, ഫോൺ നമ്പർ, അല്ലെ, അഡ്രസ്, ഈ കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ എന്താ സിസ്റ്റത്തിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും, അല്ലെ? അപ്പോ നമ്മൾ എന്താ, ഇനി ഓരോ വിസിറ്റിലും നമ്മൾ ചെന്ന ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കേണ്ടി വരും. അത് ഓരോ വിസിറ്റിലും ഇനി ഓരോ വിസിറ്റിലും നമുക്ക് പറയണ്ട, അല്ലെ? അത് ഓൾറെഡി ഉണ്ട്, നമ്മുടെ ആ നമ്പർ അങ്ങ് അടിച്ചു കൊടുത്താൽ പോരെ. ഓരോ വിസിറ്റിലും ഈ ഇത് നമുക്ക് എന്താ, ഇങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ട ഒരു ആവശ്യകതയെ എലിമിനേറ്റ് ചെയ്യുന്നു കേട്ടോ. ആവശ്യകതകൾ ഇല്ലാതാക്കുന്നു. ഓരോ വിസിറ്റിലും നമ്മൾ വീണ്ടും വീണ്ടും പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു ആവശ്യകതയെ ഇല്ലാതാക്കുന്നു. HMS enable doctor and staff to focus more on the treatment
treatment than administrative ones. കണ്ടോ അതിനകത്ത് നോക്കി HMS enable doctor and staff to focus more on treatment. കണ്ടോ അപ്പൊ ഈ ഇങ്ങനെ HMS-ലൂടെ അല്ലെ HMS ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം എന്തിനു സാധ്യമാക്കുന്നു? ഡോക്ടറിനും സ്റ്റാഫിനും കൂടുതലും ട്രീറ്റ്മെന്റില് കൂടുതൽ ശ്രദ്ധ കൊടുക്കാനായിട്ട് കാരണമാകും അല്ലെ. അതായത് ഏതിനേക്കാളും അഡ്മിനിസ്ട്രേറ്റീവ് വർക്കിനേക്കാളും. ഇപ്പൊ നമ്മുടെ ചെല്ലുവാണ് സ്റ്റാഫ്, അപ്പൊ സ്റ്റാഫ് ഈ ഡീറ്റെയിൽസ് ഇങ്ങനെ കുത്തിപ്പിടിച്ചൊക്കെ എഴുതേണ്ടി വരികയാണെങ്കിൽ അവരുടെ ക്ലിനിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ സമയം ചെയ്യണ്ടേ അല്ലെ. അഡ്മിനിസ്ട്രേറ്റീവ് വർക്ക് കൂടുതലായിരിക്കും. പക്ഷെ ഇവിടെ സിസ്റ്റത്തിലായതുകൊണ്ട് നമ്മുടെ ജോലിഭാരം കുറവായി. പിന്നെ സ്റ്റാഫിന് അഡ്മിനിസ്ട്രേറ്റീവ് വർക്ക് കുറച്ച് ചെയ്താൽ പോരെ. അപ്പൊ ആ സമയം കൂടി എന്ത് ചെയ്യാൻ പറ്റും അവർക്ക്? ആ പേഷ്യന്റിന്റെ ട്രീറ്റ്മെന്റില് കുറച്ചുകൂടി ശ്രദ്ധ കൊടുക്കാൻ പറ്റും അല്ലെ. ഈ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഒറ്റ സ്വിച്ചില് ഒറ്റ മിനിറ്റില് നമുക്ക് അത് കിട്ടും അവർക്ക്. ഇപ്പൊ നമ്മുടെ നമ്മുടെ അപ്പോയിന്റ്മെന്റ് എടുക്കണമെങ്കിൽ നമ്മൾ വീണ്ടും എൻട്രി ചെയ്യൊന്നും വേണ്ട അല്ലെ. അപ്പൊ അവർക്ക് സമയം കിട്ടുകയല്ലേ കൂടുതല്. ജസ്റ്റ് ഒറ്റ ക്ലിക്ക് ചെയ്ത് ഞാൻ നമ്പർ ജസ്റ്റ് അടിച്ചു കൊടുത്ത ഡീറ്റെയിൽ ഉണ്ട്. അപ്പൊ അവർക്ക് അത്രയും സമയം അവിടെ കിട്ടുകയാണ്. അപ്പൊ ആ സമയം കൂടി അവർക്ക് എന്തില് ശ്രദ്ധിക്കാൻ പറ്റും? ട്രീറ്റ്മെന്റില് കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ട്രീറ്റ്മെന്റിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറ്റും. ഏതിനേക്കാളും? അഡ്മിനിസ്ട്രേറ്റീവ് വർക്കിനേക്കാളും. ക്ലിയർ ആയോ? അപ്പൊ അവർക്ക് മറ്റുള്ള ജോലികൾ കുറയ്ക്കുകയും അപ്പൊ ആ സമയത്ത് ട്രീറ്റ്മെന്റിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കാനും പറ്റും. Okay, now if you wish to automate other activities like patient communication, consider integrating your HMS with the marketing automation software. അതായത് HMS എന്ന് പറഞ്ഞ ഒരു മാർക്കറ്റിംഗ് ഓട്ടോമേഷൻ സോഫ്റ്റ്വെയറുമായിട്ട് എന്ത് ചെയ്യുക? കണക്ട് ചെയ്യിപ്പിക്കുക. അതാണ്. അപ്പൊ നമുക്ക് ഇതെന്താ? ഇത് ഓട്ടോമാറ്റിക് ആണ് അല്ലെ. നമുക്ക് ഇപ്പൊ പേഷ്യന്റിന്റെ കമ്മ്യൂണിക്കേഷൻ പോലുള്ള വിവരങ്ങൾ ഓട്ടോമാറ്റിക് ചെയ്യാൻ പറ്റും. അതാണ് if you wish to automate other activities like patient communication. പേഷ്യന്റിന്റെ കമ്മ്യൂണിക്കേഷൻ പോലുള്ള വിവരങ്ങൾ അവിടെ ഓട്ടോമാറ്റ് ചെയ്യാൻ പറ്റും. അപ്പോ എന്താണ്? അങ്ങനെ ഓട്ടോമാറ്റ് ചെയ്യുമ്പോൾ അത് ആ HMS ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റത്തിലെ മാർക്കറ്റിംഗ് ഓട്ടോമേഷൻ സോഫ്റ്റ്വെയറുമായിട്ട് എന്ത് ചെയ്യണം? ഇതിനെ കണക്ട് ചെയ്യിപ്പിക്കാം. HMS-നെ മാർക്കറ്റിംഗ് ഓട്ടോമേഷൻ സോഫ്റ്റ്വെയറുമായിട്ട് ഇന്റഗ്രേറ്റിംഗ് എന്ന് വെച്ചാൽ കണക്ട് ചെയ്യിക്കുക, അതുമായിട്ട് സംയോജിപ്പിക്കുക എന്നുള്ളതാട്ടോ. അതുമായിട്ട് സംയോജിപ്പിക്കുക. ഇന്റഗ്രേറ്റ് ചെയ്യാന്ന് വെച്ചാൽ സംയോജിപ്പിക്കുക. ഓക്കെ. will help you automate communication with the patients and doctors. പേഷ്യന്റും ഡോക്ടറും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, എന്താ അത് അത് സാധ്യമാക്കുന്നത്. നമുക്കിപ്പോ ഡോക്ടറിന്റെ അടുത്ത് നമുക്ക് എന്താ പറയാ ഫോണിലൂടെ ആണെങ്കിലും നമുക്ക് വിളിച്ച ഡീറ്റെയിൽസ് കാര്യങ്ങൾ പറയാനും ഒക്കെ അങ്ങനെ ഓട്ടോമാറ്റ് ചെയ്യുന്നതിലൂടെ സാധ്യമാകുന്നു. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഹോസ്പിറ്റലിൽ പോകണം, ഡോക്ടറിനെ കാണണം. ഇതിപ്പോ എന്താ അവിടെ ആ പിക്ചറിൽ കാണിച്ചിട്ടില്ലേ അല്ലേ? അപ്പൊ എന്താ പറഞ്ഞേക്കുന്നേ? പേഷ്യന്റും ആ ഡോക്ടറും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഓട്ടോമാറ്റ് എന്താ പറയാ ഈ സിസ്റ്റത്തിലൂടെ നമുക്കത് ചെയ്യാൻ പറ്റും. പേഷ്യന്റും ഡോക്ടറുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഓട്ടോമാറ്റ് ചെയ്യാൻ പറ്റും. Then you can send appointment and lab test reminders or follow-ups and create meaningful, long-lasting relationship. ഇപ്പൊ നമുക്ക് അപ്പോയിന്റ്മെന്റുകള്, ലാബ് ടെസ്റ്റുകള് ഇതൊക്കെ ഓർമ്മപ്പെടുത്താനായിട്ടും ഈ സിസ്റ്റത്തിലൂടെ പറ്റും. നിങ്ങൾക്ക് ചിലപ്പോ ഇങ്ങനെ മെസ്സേജുകളൊക്കെ വരാറില്ലേ? നമുക്ക് ലാബ് ടെസ്റ്റ് ആയിട്ടുണ്ട്, സമയമായിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ എല്ലാ മാസമൊക്കെ ചെയ്യുന്നതാണെങ്കിൽ ആ സമയമാകുമ്പോഴത്തേക്ക് നമ്മൾ ഓർമ്മിപ്പിക്കപ്പെടുത്തും, മെസ്സേജ് ആയിട്ട് വരും അല്ലെ. ലാബ് ടെസ്റ്റ് ആയിട്ടുണ്ട്, നമുക്ക് ഫോളോ അപ്പ് സമയമായിട്ടുണ്ട് അല്ലെ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പേഷ്യൻസിനെ ഓർമ്മിപ്പിക്കണം. അതും ഈ സിസ്റ്റത്തിലൂടെ സാധ്യമാക്കുന്നു. അപ്പൊ ആ കറക്റ്റ് സമയാവധി ഇപ്പൊ നമ്മുടെ ആണെങ്കിൽ ഫോണിലൊക്കെ മെസ്സേജ് വരാറില്ലേ അല്ലെ?
ഫോണിൽ മെസ്സേജ്. അപ്പൊ കറക്റ്റ് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മള് ഇത് എന്നാ ചെയ്തത്, അപ്പൊ നെക്സ്റ്റ് എന്താന്ന് വെച്ചാൽ അത് എന്താ സിസ്റ്റത്തിൽ നിന്ന് തന്നെ നേരെ നമുക്ക് ഓർമ്മിപ്പിക്കാൻ പറ്റും കേട്ടോ. You can send appointments and lab test reminder. ഇതൊക്കെ നമുക്ക് അങ്ങനെ ഓട്ടോമാറ്റിക് ചെയ്യുന്നതിലൂടെ നമുക്ക് ഈസി ആക്കാൻ പറ്റും. ആൻഡ് ഫോളോ അപ്സ് ഇതൊക്കെ ക്രിയേറ്റ് മീനിങ് ലോങ് ലാസ്റ്റിംഗ്, അങ്ങനെ ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് ചെയ്യാനും റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റുന്നു. അതിനൊക്കെയാണ് നമ്മൾ ആ മാർക്കറ്റിംഗ് ഓട്ടോമേഷൻ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത്. അപ്പൊ അതങ്ങനെ മൊത്തത്തില് കണക്ട് ചെയ്തേക്കാണ്. അപ്പൊ നമുക്ക് അപ്പോയിന്റ്മെന്റുകളോ ലാബ് ടെസ്റ്റിന്റെ നമുക്ക് ഓർമ്മപ്പെടുത്താനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫോളോ അപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലോ അത് കറക്റ്റ് സമയമാകുമ്പോഴത്തേ പേഷ്യൻസിനെ അറിയിക്കും. അപ്പൊ അങ്ങനെ പിന്നെ അതുപോലെ തന്നെ പേഷ്യന്റും ആ ഡോക്ടറുമായിട്ട് എന്താണ് കമ്മ്യൂണിക്കേഷൻ സാധ്യമാക്കുന്നു. അപ്പൊ അങ്ങനെ നമുക്കൊരു നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നു. ഒരു മീനിങ് ലോങ് ലാസ്റ്റിംഗ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നു. ഓക്കെ, അത് പേഷ്യന്റുമായിട്ടുള്ള കാര്യങ്ങൾ ആണ് ഈ പേഷ്യന്റ് മാനേജ്മെന്റ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ പേഷ്യന്റ് മാനേജ്മെന്റ് മൊഡ്യൂള് സഹായിക്കുന്നത്. ഇനി അടുത്തതാണ് ഫെസിലിറ്റി മാനേജ്മെന്റ്. അപ്പൊ എന്തായിരിക്കും അവിടെ ഫെസിലിറ്റി മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഫെസിലിറ്റി സൗകര്യങ്ങളായിരിക്കും അല്ലെ, ഫെസിലിറ്റികള്. Facility management. To facilitate a smooth experience for patients, it is necessary for staff to have easy access to necessary hospital records. Okay, നമ്മുടെ ഒരു പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ്, നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരു എക്സ്പീരിയൻസ് നല്ല സ്മൂത്ത് ആക്കാൻ അല്ലെ, സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് വേണം? ഇറ്റ് ഈസ് നെസസറി, അത്യാവശ്യമാണ് ഫോർ സ്റ്റാഫ് ടു ഹാവ് ഈസി അക്സസ് ടു നെസസറി ഹോസ്പിറ്റൽ റെക്കോർഡ്സ്. ഹോസ്പിറ്റൽ റെക്കോർഡ്സിലേക്ക് സ്റ്റാഫിന് ഈസി ആയിട്ട് പ്രവേശിക്കണം എന്നുള്ളത് എന്താണ്, അത്യാവശ്യമാണ് അല്ലെ. അതായത് നമ്മളിപ്പോ ഞാൻ ചെന്ന ഒരു ഡീറ്റെയിൽ ഞാൻ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ആ സ്റ്റാഫിന് വേഗം അത് എടുക്കാൻ പറ്റിയെങ്കിലല്ലേ നമുക്ക് വേഗം തരാൻ പറ്റുള്ളൂ അല്ലെ. ഇപ്പൊ ഞാൻ അപ്പോയിന്റ്മെന്റ് എടുത്തു, എന്റെ ഇത് എന്താ പറയാ, നേരത്തെയൊക്കെ ഇപ്പൊ ഒരു കമ്പ്യൂട്ടർ അല്ലാതെ ഇരുന്നപ്പോ ചാർട്ടായിരുന്നു ഇല്ലേ. അപ്പൊ എന്റെ നമ്പർ നോക്കിയിട്ട് അവര് ആ റൂമിൽ പോയിട്ട് ചാർട്ട് ആ നമ്പറുള്ള തപ്പി കണ്ടുപിടിച്ച് നമുക്ക് കൊണ്ടുവരുന്നേ അല്ലെ. ആ ഫയലായിരുന്നു പണ്ടൊക്കെ നേരത്തെ. ഇപ്പൊ കമ്പ്യൂട്ടർ ആയതുകൊണ്ട് ഇങ്ങനെയുള്ള വലിയ ഫയലുകളൊന്നും വേണ്ട. ആ നമ്പർ അടിച്ചു കൊടുക്കുക, സിസ്റ്റത്തിൽ ഓൾറെഡി സേവ്ഡ് ആണ് അല്ലെ, സേവ്ഡ് ആയിരിക്കും. അപ്പൊ അത് നേരെ ഡോക്ടറിന്റെ അടുത്തേക്ക് അത് സിസ്റ്റത്തിലേക്ക് അത് ഈ നമ്പർ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ടെന്നുള്ളത് നേരെ അങ്ങോട്ടേക്ക് ചെല്ലും. അപ്പൊ ഡോക്ടറിന് അവിടെ നോക്കുമ്പോൾ നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും തന്നെ ഓൾറെഡി ഡോക്ടറിന്റെ അടുത്ത് ടേബിളിൽ തന്നെ അല്ലെങ്കിൽ സിസ്റ്റത്തില് ഡീറ്റെയിൽസ് അവിടെ കിട്ടും അല്ലേ, ഇത് കൊടുക്കുമ്പോ തന്നെ. അപ്പൊ അതുപോലെ അപ്പൊ എന്താ പറഞ്ഞേക്കുന്നേ, ആ സ്റ്റാഫിന് നമുക്ക് പേഷ്യൻസിന് നല്ലൊരു നമ്മുടെ കാര്യങ്ങൾ സുഗമമാക്കുന്നതിന് സ്റ്റാഫിന് എന്ത് വേണം, ആ ഹോസ്പിറ്റൽ റെക്കോർഡ് എളുപ്പത്തിൽ എടുക്കാൻ പറ്റണം അല്ലെ. A facility management module of HMS help you to keep the record of bed availability. ഇതെന്താ നോക്കിയേ, ബെഡ് അവൈലബിൾ ആണോ, ബെഡിന്റെ അവൈലബിലിറ്റി നോക്കി അറിയാൻ പറ്റുമല്ലോ ഫെസിലിറ്റി മാനേജ്മെന്റ്. അപ്പൊ അവിടെ നോക്കാം ഇതിനകത്ത് ബെഡ് അവൈലബിൾ ആണോ എന്ന് സിസ്റ്റത്തിൽ നോക്കി അറിയാൻ പറ്റില്ലേ. ഇപ്പൊ ഒരു പേഷ്യന്റ് അവിടെ അവരെ അഡ്മിഷൻ പറഞ്ഞു, അപ്പൊ അവർക്ക് കിടക്കാനുള്ള ബെഡ് അവൈലബിൾ ആണോ എന്ന് സിസ്റ്റത്തിൽ നോക്കിയാൽ മതി അല്ലെ. പിന്നെ ഒക്യുപൻസി സ്റ്റാറ്റസ് ഓഫ് റൂം വിത്ത് സ്പെഷ്യലൈസ്ഡ് കെയർ കൊടുക്കേണ്ട ആ റൂമിലെ ഒക്യുപൻസി സ്റ്റാറ്റസ്, എത്ര ആളുകൾ അവിടെ ഉണ്ട്, ഇനി അവിടെ വേക്കൻറ്റ് ഉണ്ടോ എന്നുള്ളത്, റൂമില് ഇത്രാമത്തെ റൂം നമ്പറിലെ ബെഡ് വേക്കന്റ് ആണോ, ഇതൊക്കെ ആ സിസ്റ്റത്തിൽ തന്നെ നോക്കിയാൽ അറിയാൻ പറ്റും. അല്ലാതെ ആ റൂമിൽ ചെന്ന് നോക്കൊന്നും വേണ്ട അല്ലെ. സിസ്റ്റത്തിൽ ഇതെല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും സ്റ്റോർ ചെയ്തിട്ടുണ്ടാകും. ഓക്കെ, ആൻഡ് മോർ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സിസ്റ്റത്തിൽ ഉണ്ടാവും. It collect all such information and make it easy available to the receptionist. കണ്ടോ, it collect. അപ്പൊ ഈ ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ ഒക്കെ നമുക്ക് ആ റിസപ്ഷനിസ്റ്റിന് അവിടെ തന്നെ ഇരുന്നോണ്ട് സിസ്റ്റത്തിൽ നോക്കിയാൽ അവൈലബിൾ അല്ലേ, ഈസി ആയിട്ട് അവൈലബിൾ അല്ലേ. അപ്പൊ നമ്മുടെ റിസപ്ഷനിസ്റ്റോടൊക്കെ ആണെങ്കിൽ നമ്മൾ എന്തെങ്കിലും എൻക്വയറി കാര്യങ്ങൾ നടത്തി കഴിയുമ്പോ നമ്മളാണെങ്കിലും ചെന്നിട്ട് ഇപ്പൊ നമുക്ക് അറിയില്ല, നമ്മുടെ ഒരു റിലേറ്റീവ് അവിടെ കിടക്കുന്നുണ്ട് അല്ലേ. അപ്പൊ നമ്മള്
എവിടെ ഏത് റൂം നമ്പർ ഏതാണെന്നൊന്നും അറിയില്ല. നമ്മളെ നേരെ റിസപ്ഷനിസ്റ്റിന്റെ അടുത്ത് നമ്മൾ ഫ്രണ്ട് ഓഫീസിൽ ചെന്നിട്ട് നമ്മുടെ ഇന്ന ഒരു പേര് പറയാം, പേര് പറഞ്ഞ് അല്ല അഡ്രസ് ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ ഏത് റൂമിലാണ് കിടക്കണേന്ന് നോക്കി കഴിഞ്ഞാൽ അവരപ്പം തന്നെ സിസ്റ്റത്തിൽ നോക്കി പറയില്ലേ റൂം നമ്പർ എത്രയാന്ന് പറയൂലേ, അഡ്രസ് വെച്ച് നോക്കിയിട്ട് പറഞ്ഞു തരാറില്ലേ നമ്മളോട്. അല്ലാതെ അവര് നേഴ്സ് പോയി ആ റൂമിൽ എല്ലാ റൂമും കയറി നോക്കിയിട്ടാണോ ആ പേഷ്യന്റ് എവിടെ അഡ്മിറ്റ് ആയെന്ന് പറഞ്ഞേക്കണത്, ഏത് റൂമിലാണ് കിടക്കണേന്ന് അങ്ങനെയാണോ ചെയ്യണേ? ആണോ? അവര് സിസ്റ്റത്തിൽ തന്നെ നോക്കി പേരും അഡ്രസ്സും അടിച്ചു കൊടുക്കുമ്പോൾ ഏത് റൂമിലാണ് ആ പേഷ്യന്റ് കിടക്കണേന്ന് അറിയാം. നമ്മളോട് പറയില്ലേ റൂം നമ്പർ 110 കേട്ടോ, അല്ലെ, അല്ലെങ്കിൽ റൂം നമ്പർ 150 അതിലാണ്, അങ്ങനെ നമ്മളോട് പെട്ടെന്ന് തന്നെ ഒറ്റ ക്ലിക്കിൽ തന്നെ അവർ പറഞ്ഞു തരും കേട്ടോ. അപ്പൊ അങ്ങനെ എന്താ ഈ റിസപ്ഷനിസ്റ്റിന്റെ ജോലി അങ്ങനെ എളുപ്പമാക്കാനായിട്ട് സഹായിക്കുന്നു. ഇഫ് എ ഹോസ്പിറ്റൽ ഹാസ് ഡിഫറെന്റ് ഫെസിലിറ്റീസ്, ഹോസ്പിറ്റലിൽ പലതരത്തിലുള്ള ഫെസിലിറ്റികളുണ്ട്, then an HMS connect them to provide an overall picture. അപ്പൊ മൊത്തത്തിൽ എല്ലാം ഇതുമായിട്ട് കണക്റ്റഡ് ആണ് അല്ലെ. അപ്പൊ മൊത്തത്തിലുള്ള ഒരു പിക്ചർ ഈ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റത്തിൽ അവൈലബിൾ ആയിരിക്കും, അവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ ഡോക്ടേഴ്സ് ക്യാൻ അസസ് പേഷ്യന്റ് ഡേറ്റ. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയാണ്, ഡോക്ടറിന് പേഷ്യന്റിന്റെ ഡേറ്റ അസസ് ചെയ്യാൻ പറ്റും ഫ്രം എനി ഹോസ്പിറ്റൽ, ഏത് ഹോസ്പിറ്റലിൽ ഇരുന്നിട്ടാണെങ്കിലും പേഷ്യന്റിന്റെ ഡീറ്റെയിൽ നമുക്ക് അല്ലെങ്കിൽ പേഷ്യന്റിനെ കുറിച്ചുള്ള ഡേറ്റാസ് എടുക്കാൻ പറ്റും. ഇപ്പൊ നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെന്നോ, നമ്മൾ അവിടെ കണ്ടു, ഇനിയിപ്പോ നമ്മൾ വേറെ എവിടെയെങ്കിലും റെഫറൻസിന് വേറെ ഹോസ്പിറ്റലിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്താ ഡോക്ടറിന് ആ ഡീറ്റെയിൽസ് സിസ്റ്റത്തിൽ നിന്ന് തന്നെ എടുക്കാൻ പറ്റും കണ്ടോ. പേഷ്യന്റ് ഫ്രം എനി ഹോസ്പിറ്റൽ, ഏത് ഹോസ്പിറ്റലിൽ ഇരുന്നുകൊണ്ട് തന്നെയും പേഷ്യന്റിന്റെ ഡേറ്റാസ് ഡോക്ടറിന് എളുപ്പത്തിൽ എടുക്കാൻ പറ്റും. ഓക്കെ, okay, patients can visit any hospital in the basis of their convenience. അവർക്കുടെ സൗകര്യാർത്ഥം അല്ലെ, അവർക്കുടെ സൗകര്യത്തിന് പേഷ്യന്റ് ഏത് ഹോസ്പിറ്റലിലാണോ നമ്മൾ പോണേ അത് നമുക്കപ്പോ എല്ലാ റെക്കോർഡും എവിടെന്ന് ഓൺലൈൻ ആയിട്ട് തന്നെ സിസ്റ്റത്തിൽ നിന്ന് എടുക്കാനും പറ്റും അല്ലെ. എല്ലാ റെക്കോർഡ്സും ഓൺലൈൻ ആയിട്ട് ലഭ്യമാകുന്നത് കൊണ്ട് പേഷ്യൻസിന് അവരുടെ സൗകര്യാർത്ഥം ഏത് ഹോസ്പിറ്റലിലും സന്ദർശിക്കാൻ പറ്റും. ഓക്കെ, അല്ലാതെ നമ്മൾ റെക്കോർഡ് കാര്യങ്ങളൊന്നും നമ്മൾ അങ്ങനെ കൊണ്ടുപോകണമെന്നില്ല. ഇപ്പൊ എല്ലാ സിസ്റ്റത്തിലുണ്ട് അല്ലെ. ഇപ്പൊ നമ്പർ ആണെങ്കിൽ നമ്മൾ അടിച്ചു കൊടുത്ത ഡീറ്റെയിൽസ് ഡോക്ടറിന് നമുക്ക് എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇപ്പൊ നമ്മളാണെങ്കിലും വേറെ ഡോക്ടറുമൊക്കെ ആയിട്ട് നമ്മള് ഈ ഹോസ്പിറ്റലിലുള്ളവർക്ക് റെഫറൻസിനാണെങ്കിലും അല്ലെ, അപ്പൊ ഈ പേഷ്യന്റ് ഡേറ്റാസ് സിസ്റ്റം വഴി വേറെ ഡോക്ടറിലേക്കൊക്കെ നമുക്ക് അയച്ചു കൊടുക്കാലോ അല്ലെ, റെഫറൻസിന് വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെയുള്ള സൗകര്യങ്ങളെല്ലാം ഈ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റത്തിൽ ഉണ്ട്. അതിന്റെ ഫെസിലിറ്റി മാനേജ്മെന്റ് എന്ന് പറഞ്ഞ മൊഡ്യൂള് ഈ കാര്യങ്ങളൊക്കെയാണ് കൈകാര്യം ചെയ്യുന്നത്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് ആ സെന്റൻസ്, ഈ ഫെസിലിറ്റി മാനേജ്മെന്റ് മൊഡ്യൂൾ ഓഫ് HMS ഹെൽപ്പ് യു ടു കീപ് ദ റെക്കോർഡ് ഓഫ് ബെഡ് അവൈലബിലിറ്റി, ഒക്യുപ്പൻസി സ്റ്റാറ്റസ് ഓഫ് ദ റൂം വിത്ത് സ്പെഷ്യലൈസ്ഡ് കെയർ ആൻഡ് മോർ. ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. പിന്നെ റിസപ്ഷനിസ്റ്റിന്റെ ജോലിയും എളുപ്പമാക്കുന്നു. പിന്നെ ഡോക്ടറിന് ഏത് സ്ഥലത്ത് ഇരുന്നിട്ടാണെങ്കിലും ഏത് ഹോസ്പിറ്റലിൽ നിന്നാണെങ്കിലും പേഷ്യൻസിന്റെ ഡേറ്റാസ് എളുപ്പത്തിൽ എടുക്കാനും പറ്റും. അതുകൊണ്ട് തന്നെ പേഷ്യൻസിന് നമ്മുടെ സൗകര്യാർത്ഥം ഏത് ഹോസ്പിറ്റൽ ആണെങ്കിലും നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും. ഓക്കെ, ക്ലിയർ അല്ലേ അത്? ഇനി അടുത്താണ് സ്റ്റാഫ് മാനേജ്മെന്റ്. അപ്പൊ എന്തായിരിക്കും അവിടെ പറയുന്നത്? ആ മൊഡ്യൂൾ എന്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിരിക്കും? സ്റ്റാഫിന്റെ കാര്യങ്ങൾ അല്ലെ, സ്റ്റാഫിന്റെ കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഏത് ഹോസ്പിറ്റലിലും സ്റ്റാഫിന്റെ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത് ആരാ? നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഏത് ഡിപ്പാർട്ട്മെന്റാ സ്റ്റാഫിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്? വെരി ഗുഡ്. ഏതാണ്? HR ഡിപ്പാർട്ട്മെന്റ് ആണ്. ഹ്യൂമൻ റിസോഴ്സ് അല്ലേ, HR ഡിപ്പാർട്ട്മെന്റ് ആണ് ഏത് ഹോസ്പിറ്റലിലും സ്റ്റാഫിന്റെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നത്. ഉണ്ടോ? ദ സ്റ്റാഫ് മാനേജ്മെന്റ് മൊഡ്യൂൾ ഫെസിലിറ്റേറ്റ് എ കോൺക്രീറ്റ് സൊല്യൂഷൻ ടു എ HR ഡിപ്പാർട്ട്മെന്റ്. കണ്ടുപോയി ചെയ്യണം. HR ഡിപ്പാർട്ട്മെന്റിന് നല്ലൊരു സൊല്യൂഷൻ അല്ലെ, കൃത്യമായ പരിഹാരം നൽകുന്നു. HR ഡിപ്പാർട്ട്മെന്റിനാണ് ഈ ഒരു മൊഡ്യൂള് അവർക്ക് നല്ല സൗകര്യപ്രദമാണ്. ഓക്കെ,
It improves the record of hospital. ഇതിനകത്ത് എന്തൊക്കെയാ വരുന്നത് നോക്കിയേ, സ്റ്റാഫ് മാനേജ്മെന്റിൽ എന്തൊക്കെയാ വരുന്നത്? It improves the record of hospital staff. ഹോസ്പിറ്റലിന്റെ സ്റ്റാഫുകളുടെ എല്ലാ ഡീറ്റെയിൽസും, എത്ര സ്റ്റാഫുകളുണ്ട് ഓരോ ഡിപ്പാർട്ട്മെന്റിലും, എത്ര സ്റ്റാഫുകൾ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ, നോൺ ക്ലിനിക്കൽ ആയിട്ടുള്ളതും അല്ലാത്ത നമുക്ക് സ്റ്റാഫുകള് അല്ലെ, ഓരോ സെക്ഷൻ വൈസ് ആയിട്ടും അല്ലെ, ഇപ്പൊ ലബോറട്ടറി ആയിട്ട് ബന്ധപ്പെട്ട റേഡിയോളജിയിൽ എത്ര സ്റ്റാഫുകൾ ഉണ്ട്, ഓരോ ഡിപ്പാർട്ട്മെന്റിലെ കാർഡിയോളജിയിൽ എത്ര സ്റ്റാഫുകൾ ഉണ്ട്, അപ്പൊ അങ്ങനെ ഓരോന്നും അല്ലെ എല്ലാ ഹോസ്പിറ്റൽ സ്റ്റാഫിനെ കുറിച്ചുള്ള റെക്കോർഡ്സിലും ഇല്ലാത്ത സ്റ്റാഫ് മാനേജ്മെന്റ് മൊഡ്യൂളിൽ വരുന്നുണ്ട്. പിന്നെ അവരുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ, ഓരോരുത്തർക്കുള്ള ജോലി, സർവീസ് പ്രൊഫൈൽ, സർവീസിന്റെ ഇത് ആൻഡ് അതർ ഇമ്പോർട്ടന്റ് ഡീറ്റെയിൽസ്, അങ്ങനെ മറ്റുള്ള ഡീറ്റെയിൽസ് എല്ലാം ഉൾപ്പെടുന്നു ഏത് സ്റ്റാഫ് മാനേജ്മെന്റ് മൊഡ്യൂളില്. അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. It will help you to realize your staff without going through a heavy bundle of file. കണ്ടോ, ഇത് എന്തിനു സഹായിക്കുന്നു? റിയലൈസ് യുവർ സ്റ്റാഫ് വിത്തൗട്ട് ഗോയിങ്. അല്ലെങ്കിൽ നമ്മളിപ്പോ നമുക്ക് സ്റ്റാഫിനാണെങ്കിലും സ്റ്റാഫിനെ കുറിച്ച് നമുക്കൊരു ഡീറ്റെയിൽ എടുക്കണം, ഒരു വലിയ ബണ്ടിൽ ഫയലിൽ കൂടെ എടുക്കണ്ടേ അല്ലെ, ആ സ്റ്റാഫിനെ നമുക്ക് തിരിച്ചറിയാൻ. ഇപ്പൊ എന്തെങ്കിലും നമ്മളൊരു ഇത് ചോദിക്കുന്ന സെക്ഷനിൽ ഏത് സ്റ്റാഫ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഫയലിട്ട് എടുത്തുകൊണ്ടൊന്ന് നോക്കണ്ടേ, ആ സ്റ്റാഫുകളുടെ പേരുകൾ എഴുതി വെച്ചേക്കുന്നതൊക്കെ നോക്കണ്ടേ. ഇത് അങ്ങനെ വേണ്ട അല്ലേ, അങ്ങനെ ആവശ്യമുണ്ടോ അതിനകത്ത്? ഉണ്ടോ? നമുക്ക് ജസ്റ്റ് സിസ്റ്റത്തിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. കണ്ടോ, ഇറ്റ് ഹെൽപ് ടു റിയലൈസ് യുവർ സ്റ്റാഫിനെ നമുക്ക് തിരിച്ചറിയാൻ. എങ്ങനെ? വിത്തൗട്ട് ഗോയിങ് ത്രൂ എ ഹെവി ബണ്ടിൽ ഓഫ് ദ ഫൈൽ. ഒരു വലിയ ബണ്ടില് അതിൽ കൂടെ അത് നമ്മൾ തെരഞ്ഞു പിടിച്ച് നോക്കുന്നതിനേക്കാൾ അല്ലെ, അത് അങ്ങനെ പോകുന്നതിനേക്കാൾ നമുക്ക് സ്റ്റാഫിനെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്നു. അഡീഷണലി അതിന്റെ ഒപ്പം തന്നെ ഇറ്റ് എനേബിൾ us to plan the hearing process based on the requirement of the hospital. ഹോസ്പിറ്റലിന്റെ ആവശ്യകതകൾ അനുസരിച്ച് നിയമന പ്രക്രിയകളിലില്ലേ, അതായത് ഇപ്പൊ ഏതെങ്കിലും ഒരു ഇതിനകത്ത് നമ്മളൊരു സ്റ്റാഫ് വേക്കന്റ് ആണ്, അപ് ടു ഡേറ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും അതിനകത്തായിട്ട് നമ്മള് സിസ്റ്റത്തിലേക്ക് സ്റ്റോർ ചെയ്തേക്കല്ലേ. അപ്പൊ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിലാണെങ്കിലും ഒരു സ്റ്റാഫിന് ആവശ്യമുണ്ട് അല്ലെ, അവരുടെ ഒരു നിയമന പ്രക്രിയ അത് ആസൂത്രണം ചെയ്യാനും ഇത് സാധ്യമാക്കുന്നു. ഹോസ്പിറ്റലിന്റെ ആവശ്യകതകളെ അടിസ്ഥാനമാക്കി, പ്രോസസ് ബേസ്ഡ് ഓൺ ദ റിക്വയർമെന്റ് ഓഫ് ദ ഹോസ്പിറ്റൽ. കണ്ടോ, ഹോസ്പിറ്റലിന്റെ ആവശ്യകതകളെ അടിസ്ഥാനമാക്കി നിയമന പ്രക്രിയ ആസൂത്രണം ചെയ്യാനും സ്റ്റാഫ് മാനേജ്മെന്റ് മൊഡ്യൂൾ സഹായിക്കുന്നു. ക്ലിയർ ആണോ? ഇതൊക്കെ ഒന്നും വെറുതെ ഒന്ന് വായിച്ചു പോയാൽ മതി കേട്ടോ. അപ്പൊ അതിനകത്ത് ഫസ്റ്റ് ലൈൻ ഒന്ന് നോട്ട് ചെയ്യണം. പിന്നെ അതിനകത്ത് ഈ സ്റ്റാഫ് മാനേജ്മെന്റ് മൊഡ്യൂളിൽ എന്തൊക്കെയാണ് വരുന്നതെന്നുള്ളത് നോക്കണം കേട്ടോ. ഹോസ്പിറ്റൽ സ്റ്റാഫിനെ കുറിച്ചുള്ള റെക്കോർഡ്, ജോബ് ഡിസ്ക്രിപ്ഷൻ, സർവീസ് ഡൊമൈന്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് വരുന്നത്. പിന്നെ അതിനകത്ത് പറഞ്ഞ ലാസ്റ്റ് സെന്റൻസ് കൂടി ഒന്ന് നോട്ട് ചെയ്തു കേട്ടോ. ഹോസ്പിറ്റലിൽ നമുക്ക് അതന്നെ ഹോസ്പിറ്റലിന്റെ ആവശ്യകതകളെ അനുസരിച്ച് നമുക്ക് ഈ സ്റ്റാഫിന്റെ നിയമന പ്രക്രിയ അല്ലെ ആസൂത്രണം ചെയ്യാനും ഈ സ്റ്റാഫ് മാനേജ്മെന്റ് മൊഡ്യൂൾ സഹായിക്കുന്നു. ഇനി അടുത്താണ് സപ്ലൈ മാനേജ്മെന്റ്. ഹോസ്പിറ്റലിലെ സപ്ലൈകൾ, മെഡിസിനൊക്കെ ഇല്ലേ, അങ്ങനെയുള്ളതൊക്കെ ബന്ധപ്പെട്ട സപ്ലൈകളാണ് കേട്ടോ. ഹോസ്പിറ്റൽ cannot afford to be short of medical supplies. ഹോസ്പിറ്റലിന് താങ്ങാൻ പറ്റുമോ മെഡിക്കൽ സപ്ലൈസ് കുറവാണെങ്കിൽ? മെഡിക്കൽ സപ്ലൈകള്, മരുന്നുകള് ഇതൊക്കെ കുറവാണെങ്കിൽ ഹോസ്പിറ്റലിന് അത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല അല്ലെ. cannot afford, താങ്ങാൻ കഴിയില്ല. A hospital cannot afford to be short of medical supplies. Medical supplies ന്റെ കുറവ് ഹോസ്പിറ്റലിന് താങ്ങാൻ പറ്റില്ല. Not having the medicine at the right time or a minor delay in refill can lead to severe result. കണ്ടോ, നമുക്ക് ആ കറക്റ്റ് ടൈമില് മെഡിസിൻ ലഭ്യമല്ലാതിരിക്കുമ്പോൾ, ഇപ്പൊ എമർജൻസി മെഡിസിൻസ് ഒക്കെ ആണെങ്കിൽ ഫാർമസിയിൽ നമ്മൾ പറഞ്ഞില്ലേ ഓൾറെഡി അത് സ്റ്റോർ ചെയ്തിടണം, അത് ഇല്ലാതിരിക്കേണ്ട അല്ലെങ്കിൽ അത് ഇല്ലാത്ത അവസ്ഥ വരാൻ പാടില്ല അല്ലെ. അതിന്റെ ഇത് നോക്കി നമ്മൾ പെട്ടെന്ന് തന്നെ അത് സ്റ്റോർ ചെയ്ത് എപ്പോഴും അവിടെ അവൈലബിൾ ആയിരിക്കണം ഏത് സമയത്തും. അപ്പൊ അങ്ങനെ നമുക്ക് മെഡിസിൻസ് യഥാർത്ഥ സമയത്ത് മെഡിസിൻ ഇല്ലെങ്കിലോ അല്ലെങ്കിൽ റീഫില്ല് ചെയ്യുന്നതിന് അതിന് എന്തെങ്കിലും നമുക്ക് ഡിലേ വരുവാണെങ്കിൽ, അത് നമുക്ക് റീഫില്ല് ചെയ്യുന്നതിന് എന്തെങ്കിലും ഡിലേ വരുവാണെങ്കിൽ എന്തുണ്ടാക്കും?
lead to severe result. അതൊരു ഭയങ്കര ഒരു ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടാവില്ലേ അല്ലെ? പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കൂലേ അല്ലെ? സൈഡ് അതിന്റെ നമുക്ക് ആ കറക്റ്റ് സമയത്ത് മരുന്നില്ല, അത് വരികയാണെങ്കിൽ അതിന്റെ ദോഷം ഭയങ്കര ഇതായിരിക്കും അല്ലെ? The supply management factor of the HMS track the availability of medical stock. Underline ചെയ്തത്. The supply management factor of HMS track the availability of medical stock. Medical stock ന്റെ availability track ചെയ്യുന്നു. HMS ന്റെ the supply management module of the HMS track the availability of medical stocks. Medical stock ന്റെ availability track ചെയ്യുന്നു. It helps you determine the minimum quantity of supplies required without any hassle. Hassle എന്ന് വെച്ചാൽ ബുദ്ധിമുട്ടും കൂടാതെ. കണ്ടോ? ഇത് എന്തിനു സഹായിക്കുന്നു? നമ്മൾ മിനിമം ക്വാണ്ടിറ്റി, നമ്മളൊരു മിനിമം ക്വാണ്ടിറ്റിയിൽ നമ്മൾ സ്റ്റോക്ക് ചെയ്യണമെന്ന് പഠിച്ചില്ലേ? മിനിമം ക്വാണ്ടിറ്റി ഓഫ് സപ്ലൈസ് നമ്മൾ എന്താ ഒരു ബുദ്ധിമുട്ടും കൂടാതെ, വിത്തൗട്ട് എനി ഹാസിൽ എന്ന് വെച്ചാൽ ഒരു ബുദ്ധിമുട്ടും കൂടാതെ മിനിമം ക്വാണ്ടിറ്റിയിൽ സപ്ലൈകൾ സ്റ്റോർ ചെയ്യാൻ ഇത് സഹായിക്കുന്നു. ഇറ്റ് റെക്കോർഡ്സ് ദ പർച്ചേസ്. ഇതിനകത്ത് എന്തൊക്കെയാ പറഞ്ഞ? പർച്ചേസ് ഡേറ്റുകൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ക്വാണ്ടിറ്റി കൺസ്യൂം ചെയ്ത ക്വാണ്ടിറ്റി എത്രത്തോളം നമ്മൾ അതിന്റെ അളവ് ഉപയോഗിച്ച ക്വാണ്ടിറ്റി, സപ്ലയറിന്റെ ഡീറ്റെയിൽസ്, ഇതെല്ലാ കാര്യങ്ങളും സിസ്റ്റത്തിൽ റെക്കോർഡ് ചെയ്യുന്നു. കണ്ടോ? പർച്ചേസ് ഡേറ്റ് എന്നാണ് പർച്ചേസ് ചെയ്തത്, നമ്മൾ അത് ക്വാണ്ടിറ്റി എത്ര ക്വാണ്ടിറ്റിയിൽ നമ്മൾ അത് കൺസ്യൂം ചെയ്തു, അതുപോലെ സപ്ലയറിന്റെ ഡീറ്റെയിൽസ് ഇതെല്ലാം സിസ്റ്റത്തിൽ റെക്കോർഡ് ചെയ്യുന്നു. ദിസ് വേ യു ക്യാൻ കാൽക്കുലേറ്റ് ഓർ ഫോർകാസ്റ്റ് ദ നെക്സ്റ്റ് പർച്ചേസ് ആൻഡ് റീഓർഡർ ബിഫോർ ദ സ്റ്റോക്സ് ഗോൺ ഷോർട്ട്. അപ്പൊ ഇങ്ങനെ നമ്മളത് എല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട് ചെയ്യാണല്ലേ? അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്കത് പെട്ടെന്ന് തന്നെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇനി നെക്സ്റ്റ് പർച്ചേസ് എന്നാ വേണ്ടത് അല്ലെ? അത് ആ സ്റ്റോക്ക് മൊത്തം തീരുന്നതിന് മുന്നേ തന്നെ, സ്റ്റോക്ക് കുറയുന്നതിന് മുന്നേ തന്നെ വീണ്ടും ഓർഡർ ചെയ്യാൻ നമുക്ക് ആ സിസ്റ്റത്തിൽ നോക്കിയാൽ മതി അല്ലേ? അപ്പൊ അതിനനുസരിച്ച് നമുക്ക് പെട്ടെന്ന് സ്റ്റോക്ക് തീരുന്നതിന് മുന്നേ തന്നെ ആ സ്റ്റോക്ക് നമുക്ക് അത് ഓർഡർ ചെയ്യാനായിട്ട്, റീഓർഡർ ചെയ്യാനായിട്ട് സാധിക്കുന്നു. കണ്ടോ? നമുക്ക് പറഞ്ഞേക്കുന്നത് ദിസ് വേ, ഈ ഒരു മാർഗത്തിലൂടെ യു ക്യാൻ കാൽക്കുലേറ്റ് ഓർ ഫോർകാസ്റ്റ്, മുൻകൂട്ടി കാണുക, ദ നെക്സ്റ്റ് പർച്ചേസ് ആൻഡ് റീഓർഡർ ബിഫോർ ദ സ്റ്റോക്ക് ഗോട്ട് ഷോർട്ട്. ആ സ്റ്റോക്ക് കുറയുന്നതിന് മുന്നേ തന്നെ നമുക്കത് ഓർഡർ ചെയ്യാൻ സാധിക്കുന്നു. ഇറ്റ് ഓൾസോ പ്രൊവൈഡ് ദ ഡീറ്റെയിൽസ് ഓഫ് ദ മെഡിസിൻ അവൈലബിൾ സോ ദാറ്റ് ഡോക്ടേഴ്സ് ക്യാൻ പ്രിസ്ക്രൈബ് ദ വൺസ് ഇൻ സ്റ്റോക്ക്. പിന്നെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, അതിനകത്ത് മെഡിസിൻസ് ഇപ്പൊ അവിടെ അവൈലബിൾ ആയിട്ടുള്ള മെഡിസിൻസ് ഏതൊക്കെയാണെന്ന് സിസ്റ്റത്തിൽ സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ആ ഫാർമസിയിലൊക്കെയാണ് നമ്മൾ പറഞ്ഞില്ലേ, അതായത് നമുക്ക് ആ സിസ്റ്റത്തിൽ നോക്കിക്കഴിഞ്ഞാൽ മെഡിസിന് അവിടെ ഉണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റും അല്ലേ? മെഡിസിന്റെ ഇത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഹോസ്പിറ്റലിലുള്ള മെഡിസിൻസിന്റെ ലിസ്റ്റുകൾ കിട്ടും. അപ്പൊ ഡോക്ടറിന് എന്താ അത് നോക്കി കഴിയുമ്പോൾ നമുക്ക് അവിടെ മെഡിസിന്റെ ഡീറ്റെയിൽ കിട്ടും. അപ്പൊ ഡോക്ടറിന് അവിടെയുള്ള മരുന്ന് തന്നെ പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റും അല്ലെ? സോ ദാറ്റ് ദ ഡോക്ടർ ക്യാൻ പ്രിസ്ക്രൈബ് ദ വൺസ് ഇൻ സ്റ്റോക്ക്. ആ സ്റ്റോക്കിലുള്ള അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ഓൾറെഡി ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ള മരുന്ന് നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യാനും പറ്റുന്നു. കണ്ടോ? ഡോക്ടർ ക്യാൻ പ്രിസ്ക്രൈബ് ദ വൺസ് ഇൻ സ്റ്റോക്ക്. ആ സ്റ്റോക്കിലുള്ള മരുന്ന് വഴി ഡോക്ടർമാർക്ക് ആ സ്റ്റോക്കുള്ള മരുന്നുകൾ നിർദ്ദേശിക്കാനും കഴിയുന്നു. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് സപ്ലൈ മാനേജ്മെന്റ് മൊഡ്യൂളിൽ ഉള്ളതാണ് കേട്ടോ. ക്ലിയർ ആയത്? ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി വായിച്ചു കഴിഞ്ഞൊന്ന് ഓക്കെ അല്ലേ? മനസ്സിലാവില്ലേ? ഇനി അടുത്തതാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. അപ്പൊ ഈ മൊഡ്യൂള് HMSന്റെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് മൊഡ്യൂള് എന്തിനു സഹായിക്കുന്നു? ഫിനാൻസ് അല്ലെ? സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, the financial management factor or module of an HMS deals with the financial affairs. ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങള്
ഓഫ് യുവർ ഹോസ്പിറ്റൽ, അത് കൈകാര്യം ചെയ്യുന്നു. ഒന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ. ഇവിടെ ഇങ്ങനെ തന്നെ ചോദിക്കാം, ഡാഷ് മൊഡ്യൂൾ അല്ലെങ്കിൽ ഡാഷ് മാറ്റർ ഓഫ് ആൻ HMS ഡീൽസ് വിത്ത് ദ ഫിനാൻഷ്യൽ അഫയേഴ്സ് ഓഫ് യുവർ ഹോസ്പിറ്റൽ. അപ്പൊ ഏതാ നമുക്ക് ഓപ്ഷൻസ് ഇങ്ങനെ കൊടുക്കും. ഓപ്ഷൻ എ സ്റ്റാഫ് മാനേജ്മെന്റ് മൊഡ്യൂള്, ഓപ്ഷൻ ബി ഫെസിലിറ്റി മാനേജ്മെന്റ്, ഓപ്ഷൻ സി സപ്ലൈ മാനേജ്മെന്റ്, ഓപ്ഷൻ ഡി ഫിനാൻസ് മാനേജ്മെന്റ്. അങ്ങനെ ഓപ്ഷൻസ് കൊടുക്കും. ഇതെല്ലാം ചോദിക്കാറുണ്ട് കേട്ടോ. അതൊക്കെ നോട്ട് ചെയ്തിടുക. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് മൊഡ്യൂൾ എന്തിനാ? ഫിനാൻഷ്യൽ ആയിട്ടുള്ള അല്ലെ, സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നു. ഇറ്റ് ഇവാലുവേറ്റ്സ്, സ്റ്റോർസ് ആൻഡ് പ്രസൻസ് ഓൺ ദ ബില്ലിംഗ് ഇൻഫർമേഷൻ ടു ദ പേഷ്യൻസ്. കേട്ടോ, ഇത് പേഷ്യൻസിന് ബില്ലിംഗ് വിവരങ്ങൾ നമുക്ക് വിലയിരുത്താനും സ്റ്റോർ ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് സ്റ്റോർ ചെയ്യാനും ഇവാലുവേറ്റ് ചെയ്യാനും അത് വിലയിരുത്താനും ഒക്കെ സാധിക്കുന്നു. ബില്ലിങ് കാര്യങ്ങളൊക്കെ നമുക്ക് ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഇത് നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ബില്ല് സെറ്റ് ചെയ്യാനും അങ്ങനെയൊക്കെ സാധിക്കുന്നു. ഇൻ അഡീഷൻ ടു ദിസ് ഇറ്റ് ഓൾസോ റെക്കോർഡ്സ് ദ എക്സ്പെൻസ്. ഇതിന്റെ ഒപ്പം തന്നെ എന്താണ്? ഇറ്റ് ഓൾസോ റെക്കോർഡ്സ് ദ എക്സ്പെൻസസ് ഇൻകേർഡ് ബൈ ദ ഹോസ്പിറ്റൽ. അതായത് ഹോസ്പിറ്റലിന് ഇൻകേർഡ് എന്ന് പറഞ്ഞ സംഭവിച്ചത്, ഇൻകേർഡ് ഹോസ്പിറ്റലിന് സംഭവിച്ച എക്സ്പെൻസ്, ചിലവുകള്, റവന്യൂ ഡേറ്റ ഹോസ്പിറ്റലിന്റെ വരുമാനം, ആൻഡ് അതർ ഫിനാൻഷ്യൽ ഡീറ്റെയിൽസ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലെ മറ്റുള്ള ഫിനാൻഷ്യൽ ഡീറ്റെയിൽസ് ഇതെല്ലാം ഇതിനോടൊപ്പം തന്നെ ഫിനാൻസ് മാനേജ്മെന്റ് മൊഡ്യൂളില് എന്ത് ചെയ്യുന്നു? സ്റ്റോർ ചെയ്തേക്കുന്നു കേട്ടോ. ഹോസ്പിറ്റലിനെ സംബന്ധിച്ച അല്ലെങ്കിൽ സംഭവിച്ച ചിലവുകള്, ഹോസ്പിറ്റലിന്റെ വരുമാനം, എത്ര ഹോസ്പിറ്റൽ ഇന്ന ദിവസം എത്ര ഇൻകം അവിടെ ലഭിച്ചിട്ടുണ്ട്, അതൊക്കെ നമുക്ക് സിസ്റ്റം ഫിനാൻസ് മാനേജ്മെന്റ് മൊഡ്യൂളിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഹോസ്പിറ്റലിന്റെ ഇന്നത്തെ മൊത്തത്തിലുള്ള എക്സ്പെൻസ് എത്രയാണ് കേട്ടോ. അങ്ങനെയുള്ള സാമ്പത്തികപരമായിട്ടുള്ള എല്ലാ രേഖകളും എല്ലാ കാര്യങ്ങളും ഫിനാൻഷ്യൽ മാനേജ്മെന്റ് മൊഡ്യൂളിൽ സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഇത് HMSന്റെ ഒരു കമ്പോണന്റ് ആണ്, മറ്റൊരു കമ്പോണന്റ് ആണ് കേട്ടോ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് മൊഡ്യൂൾ. സാമ്പത്തികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും. ഇനി അടുത്തതാണ്, അതൊന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട. പിന്നെ അതിന്റെ ഒപ്പം തന്നെ എന്തൊക്കെയാ അതിനകത്തുള്ള? ഇവാലുവേറ്റ്സ്, സ്റ്റോർസ് ആൻഡ് പ്രസന്റ് ദ ബില്ലിംഗ് ഇൻഫർമേഷൻ ടു ദ പേഷ്യൻസ്. ചെയ്തിരുന്നു, സ്റ്റോർ ചെയ്യുന്നു. ഏതാണ്? ബില്ലിംഗ്, ഹോസ്പിറ്റലിന്റെ ബില്ലിംഗ് ഇൻഫർമേഷൻസ്, ബില്ലിംഗ് വിവരങ്ങൾ കാര്യങ്ങളൊക്കെ പേഷ്യൻസിന് കൊടുക്കുന്നു. അത് വിലയിരുത്താനും സ്റ്റോർ ചെയ്യാനും ഒക്കെ സാധിക്കുന്നു. പിന്നെ അതിന്റെ ഒപ്പം തന്നെ ഹോസ്പിറ്റലിനുള്ള ഹോസ്പിറ്റലിന് സംഭവിച്ച ചിലവ്, ഹോസ്പിറ്റലിലെ റവന്യൂ, മൊത്തം വരുമാനം, അതുപോലെ ഫിനാൻഷ്യൽ ഡീറ്റെയിൽസ് ഒക്കെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് മൊഡ്യൂളിൽ റെക്കോർഡ് ചെയ്യുന്നു. നോക്കിയേ, ദിസ് കൺസോളിഡേഷൻ സേവ്സ് യു ടു ട്രബിൾ ഓഫ് അനലൈസിങ് ആൻഡ് എനോമസ് ഫയൽസ് ഓഫ് റെക്കോർഡ് ബുക്ക്. ഈ ഒരു കൺസോളിഡേഷൻ എന്ന് പറഞ്ഞാൽ ഏകീകരണം. ദിസ് കൺസോളിഡേഷൻ സേവ്സ് യു. നമുക്ക് എന്ത് സേവ് ചെയ്യാൻ പറ്റും? റെക്കോർഡ് ബുക്കിന്റെ നമ്മൾ ഒരു വലിയൊരു കൂമ്പാരം വിശകലനം ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഓരോ റെക്കോർഡുകളാണെങ്കിലോ അല്ലെ, ഓരോ സെക്ഷനും അല്ലെ, ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസിനും ഒക്കെ നമ്മൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യാൻ, കണക്കുകളും കാര്യങ്ങളും വെക്കാനൊക്കെ കുറെ റെക്കോർഡ് വേണ്ടി വരും അല്ലെ, ബുക്കുകൾ വേണ്ടി വരും. പക്ഷെ ഇപ്പൊ അതൊക്കെ വേണ്ട അല്ലെ. അപ്പൊ ഇങ്ങനെ ഇതെല്ലാം നമ്മൾ ഈ ഫിനാൻസ് മാനേജ്മെന്റ് മൊഡ്യൂളില് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്നു? നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും ഈ വലിയൊരു കൂമ്പാരം റെക്കോർഡ് ബുക്ക് വിശകലനം ചെയ്യുന്നതിന്റെ ഒരു സമയം അല്ലെ, അങ്ങനെ നമുക്ക് അതിനുള്ള ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നു. അല്ലെ, അതിൽ നിന്നുള്ള ഒരു ട്രബിള് വരുന്ന അപകടം അതിൽ നിന്ന് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. തെറ്റും കാര്യങ്ങളൊന്നും വരില്ലല്ലോ. നമ്മൾ കയ്യിൽ എഴുതി ഓരോന്നും കൂട്ടി കണക്ക് ക്ലോസ് ചെയ്യുന്നതിനേക്കാൾ സിസ്റ്റത്തിലാവുമ്പോഴത്തേക്ക് മിസ്റ്റേക്ക് കാര്യങ്ങളൊന്നും വരില്ല അല്ലെ. കറക്റ്റ് ആയിട്ട് നമുക്ക് ഓരോ ദിവസത്തെയും കാര്യങ്ങൾ സിസ്റ്റത്തിലേക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഇനി അടുത്തതാണ് ഇൻഷുറൻസ് മാനേജ്മെന്റ്. അപ്പൊ എന്താ ഇതിനകത്ത് വരുന്നത്?
ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. ഇപ്പൊ നമ്മള് ചില പേഷ്യൻസിനൊക്കെ ആണെങ്കിൽ ഇൻഷുറൻസ് ഉണ്ടാവും. അപ്പൊ നമ്മള് എന്താ കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ഇൻഷുറൻസ് ഒക്കെ വേഗം നമുക്ക് സെറ്റ് ചെയ്യാനൊക്കെ ഈ ഇൻഷുറൻസ് മാനേജ്മെന്റ് മൊഡ്യൂള് ഹെൽപ്പ് ചെയ്യും. ആൻഡ് HMSന്റെ ഇൻഷുറൻസ് മാനേജ്മെന്റ് കമ്പോണന്റ് റെക്കോർഡ്സ് ആൻഡ് സ്റ്റോർസ് പേഷ്യൻസ് ഇൻഷുറൻസ് ഡീറ്റെയിൽസ് ചെയ്തു കേട്ടോ. ഇത് മിക്കതും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാലോ അല്ലെ? എന്ന് വെച്ചാൽ ക്വസ്റ്റിനിൽ തന്നെ അവിടെ കിടക്കേണ്ട ഏത് മൊഡ്യൂളാണ് അല്ലെ? ഇൻഷുറൻസ് ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാലോ ഇൻഷുറൻസ് മാനേജ്മെന്റ് മൊഡ്യൂൾ അല്ലേ? HMSന്റെ ഇൻഷുറൻസ് മാനേജ്മെന്റ് മൊഡ്യൂള് എന്തിനു സഹായിക്കും? ഇൻഷുറൻസ് ഡീറ്റെയിൽസ് അല്ലെ? റെക്കോർഡ്സ് ആൻഡ് സ്റ്റോർസ് ദ പേഷ്യന്റ് ഇൻഷുറൻസ് ഡീറ്റെയിൽസ്. അവിടെ ഇൻഷുറൻസ് പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചേക്കാണ്. ഓൺ റിക്വയർമെന്റ് ആവശ്യത്തിനനുസരിച്ച് ഇറ്റ് പ്രസന്റ്സ് ദ പോളിസി നമ്പർ, ഇൻഷുറൻസ് കമ്പനി ആൻഡ് അതർ റിലേറ്റഡ് ഇൻഫർമേഷൻ. ഇതെന്താ? പോളിസി നമ്പർ, ഇൻഷുറൻസ്, ഏത് ഇൻഷുറൻസ് കമ്പനിയാണ്, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും ഇവിടെ നമുക്ക് സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഓരോ പേഷ്യൻസിന്റെയും ഇൻഷുറൻസ് പരമായിട്ടുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നത് ഇൻഷുറൻസ് മാനേജ്മെന്റ് മൊഡ്യൂളാണ്. അപ്പൊ അതിന്റെ ഓരോ പേഷ്യന്റിന്റെ ഇൻഷുറൻസിന്റെ നമ്പർ എത്രയാണ്, പോളിസി നമ്പർ, ഇൻഷുറൻസ് കമ്പനി ഏതാണ്, അതുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഒക്കെ സിസ്റ്റത്തിൽ സ്റ്റോർ ചെയ്യും. അപ്പൊ അതുമായിട്ട് നമുക്ക് ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ സ്റ്റോർ ചെയ്യുന്നത് കൊണ്ട് തന്നെ പേഷ്യൻസിനെ എന്തിനു സഹായിക്കുന്നു നോക്കിയേ. ദെൻ the software make it easy to retrieve these details. ഈ ഡീറ്റെയിൽ നമുക്ക് വീണ്ടെടുക്കാനായിട്ട്, വിശദാംശങ്ങൾ വീണ്ടെടുക്കുന്ന മേക്കിംഗ് ഇൻഷുറൻസ് വാലിഡേഷൻ ഈസിയർ. ഇൻഷുറൻസ് വാലിഡേഷൻ നമുക്ക് ഈസി, എളുപ്പത്തിൽ പറ്റും അല്ലെ? എല്ലാം ഓൾറെഡി സിസ്റ്റത്തിലുണ്ട്. അപ്പൊ നമ്മളിപ്പോ പോളിസി നമ്പറോ അല്ലെങ്കിൽ എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്താൽ അത് ഏത് ഇൻഷുറൻസ് എന്താണ് അതിന്റെ ഡീറ്റെയിൽസും കാര്യത്തിലൊക്കെ എല്ലാവരും ഓൾറെഡി സിസ്റ്റത്തിൽ ഉണ്ടാവും. അപ്പൊ നമുക്ക് ഇപ്പൊ ഇൻഷുറൻസ് കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റൂലേ അല്ലെ? സിസ്റ്റത്തില് നമുക്ക് അതുകൊണ്ട് തന്നെ വേഗത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും അല്ലെ? ഇൻഷുറൻസിന്റെ ഓരോ പ്രൊസീജിയറും ഇൻഷുറൻസ് ഒക്കെ നമുക്ക് കിട്ടുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള പ്രൊസീജിയർ ഒക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് സിസ്റ്റത്തിൽ ചെയ്യാൻ പറ്റും. പറഞ്ഞിട്ടുണ്ട് മേക്കിംഗ് ഇൻഷുറൻസ് വാലിഡേഷൻ ഈസിയർ. ഇൻഷുറൻസ് വാലിഡേഷൻ എളുപ്പമാക്കുന്നു, ഈസിയർ ആക്കുന്നു. അപ്പൊ നമുക്ക് ഫയലൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് സിസ്റ്റത്തിൽ നിന്ന് എടുക്കാൻ പറ്റുമല്ലോ. ജസ്റ്റ് ആ നമ്പർ ഒക്കെ ഒന്ന് അടിച്ചു കൊടുത്താൽ മതിയാവും. അപ്പൊ ഇൻഷുറൻസിന്റെ എല്ലാ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വരും. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ഇൻഷുറൻസ് വാലിഡേഷൻ ചെയ്യാൻ സാധിക്കുന്നു. അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്താണ് ലബോറട്ടറി മാനേജ്മെന്റ്. അത് ഏതിലായിരിക്കും? എന്താ വരുന്നത്? ലബോറട്ടറി മാനേജ്മെന്റ് അപ്പൊ ഏതായിരിക്കും? ഓരോ ലാബിലെ കാര്യങ്ങൾ അല്ലെ? അതായത് എന്താ? ടെസ്റ്റ്. ശരി. അതായത് നമ്മളെന്താ ഓരോ പേഷ്യൻസും ചെയ്തിട്ടുള്ള ലാബിന്റെ ടെസ്റ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ആയിരിക്കും അതിനകത്ത് പറയണേ അല്ലെ? ഓരോ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും, വിവരങ്ങളാണ് ഈ ലബോറട്ടറി മാനേജ്മെന്റ് മൊഡ്യൂളിൽ പറയുന്നത്. Okay. The laboratory management features shows the details of the different lab test patient take. Underline ചെയ്തോട്ടോ. ഇപ്പൊ ലാബ് ടെസ്റ്റ് പേഷ്യന്റ് ചെയ്തിട്ടുള്ള ലാബ് ടെസ്റ്റിന്റെ ഫീച്ചേഴ്സ് ആണ് ഈ ലബോറട്ടറി മാനേജ്മെന്റ് മൊഡ്യൂളിൽ പറയുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് റിപ്പോർട്ട്സ് വെൻ ദ നീഡഡ് ആൻഡ് മെയിൻറ്റെയിൻ ഓൾ ദ റെക്കോർഡ്സ് കളക്റ്റീവ്ലി. ഇപ്പൊ നമ്മുടെ ആണെങ്കിൽ ലാബ് ടെസ്റ്റിന്റെ നമ്മൾ ചെന്ന് നമ്മൾ ഇത് നമ്മുടെ നമ്പർ പറഞ്ഞു കൊടുത്താൽ പെട്ടെന്ന് തന്നെ ടെസ്റ്റിന്റെ ഇത് പറഞ്ഞു തരൂലേ, റിസൾട്ട് പറഞ്ഞു തരൂലേ അല്ലേ? ഇതിനകത്ത് ഓരോ പേഷ്യന്റിന്റെയും ടെസ്റ്റുകൾ കാര്യങ്ങളൊക്കെ വെച്ച് നമുക്കാണെങ്കിൽ ഇപ്പൊ ചെന്നിട്ട് ഇന്ന ദിവസം ഇന്ന ടെസ്റ്റ് ചെയ്തു അതിന്റെ റിപ്പോർട്ട് എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റത്തിൽ നിന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. നമ്മുടെ പേരൊക്കെ പറഞ്ഞു കൊടുത്താൽ മതി അല്ലെ? എല്ലാ റിപ്പോർട്ടുകളും സൂക്ഷിക്കുകയും അത് ആവശ്യമായ സമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുന്നു. ഓക്കെ. ഇറ്റ് പ്രൊവൈഡ് റിപ്പോർട്ട് വെൻ നീഡഡ് ആൻഡ് മെയിൻറ്റെയിൻ ഓൾ റെക്കോർഡ്സ് കളക്റ്റീവ്ലി. എന്ത് ചെയ്യുന്നു? ആവശ്യമായിട്ടുള്ള എല്ലാ റിപ്പോർട്ടുകളും ലാബ് റിപ്പോർട്ടുകളും അത്
ശേഖരിക്കുന്നു അല്ലെ. അത് എല്ലാം സൂക്ഷിക്കുകയും അത് ആവശ്യമായ സമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുന്നു. നമ്മള് ഈ സിനിമയിലൊക്കെ ആണെങ്കിലും കണ്ടിട്ടില്ലേ, കേസിന്റെ ഭാഗമൊക്കെ ആയിട്ടാണെങ്കിലും നമ്മള് ഇന്ന ദിവസം ടെസ്റ്റ് ചെയ്യാനുള്ളൂ, അതിന്റെ റിസൾട്ട് എന്താണ് എന്നൊക്കെ വന്ന് നമ്മൾ ചോദിക്കുന്നത് കുറെ നാൾ കഴിഞ്ഞിട്ടാണെങ്കിലും അല്ലെ, മാസങ്ങൾ കഴിഞ്ഞിട്ടൊക്കെ ആണെങ്കിൽ കേസിന്റെ ഭാഗമായിട്ട് അവര് ഇതൊക്കെ എന്തെങ്കിലും ടെസ്റ്റ് കൊടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നോക്കുമ്പോ അവിടെ ചെന്നിട്ട് നമ്മളിങ്ങനെ പറഞ്ഞു ആ ഡേറ്റ് ഒക്കെ വെച്ച് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാല് അപ്പൊ അയാളുടെ പേര് പറഞ്ഞു കൊടുത്താൽ എല്ലാ റിപ്പോർട്ട് അവിടെ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റും. അങ്ങനെ The doctors can easily assess it. ഡോക്ടേഴ്സിന് പെട്ടെന്ന് നമുക്ക് എളുപ്പത്തിൽ കിട്ടുന്നു. It also notify the doctors and the patient when the result are ready. റിസൾട്ട് റെഡി ആകുമ്പോൾ ഡോക്ടറിനെയും പേഷ്യൻസിനെയും ഒക്കെ അറിയിക്കുന്നു. അതുപോലെ നമ്മളാണെങ്കിൽ ഇപ്പൊ പേഷ്യന്റ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ ഡോക്ടറിന്റെ അടുത്ത് ചെന്നാൽ മതി അല്ലേ. ആ ടെസ്റ്റ് റിപ്പോർട്ട് ലാബിൽ നിന്ന് നേരെ എങ്ങോട്ടേക്ക് പോകും, ഡോക്ടറിന്റെ സിസ്റ്റത്തിലേക്ക് എല്ലാം കണക്റ്റഡ് അല്ലേ സിസ്റ്റത്തിലേക്ക് നേരെ ചെല്ലുമ്പോൾ. അപ്പൊ നമ്മള് നേരത്തെയൊക്കെയാണ് നമ്മൾ ആ ഷീറ്റ് കൊണ്ടുപോകണമായിരുന്നു അല്ലെ, എക്സ്റേ എടുത്തത് അല്ലെങ്കിൽ സ്കാൻ ചെയ്തതിന്റെ ഷീറ്റ് കൊണ്ടുപോകണമായിരുന്നു. ഇപ്പൊ അങ്ങനെ വേണ്ട, നമ്മൾ അവിടെ ചെയ്യുക, ടെസ്റ്റ് ചെയ്യുക, നേരെ ഡോക്ടറിന്റെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഡോക്ടറുടെ സിസ്റ്റത്തിൽ അതിന്റെ റിപ്പോർട്ട് ഉണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെ പിന്നെ അതുപോലെ ഡോക്ടറിന് അതാ പറഞ്ഞേക്കൾ, ഡോക്ടർ ക്യാൻ ഈസിലി അസസ് ഇറ്റ്. ഡോക്ടറിന് എളുപ്പത്തില് അസസ് ചെയ്യാൻ പറ്റും. അല്ലാതെ വേറെ സ്റ്റാഫോ നേഴ്സോ കൊണ്ടുപോയി കൊടുക്കണ്ട റിപ്പോർട്ട്. വേണോ? നേഴ്സ് ഒക്കെ കൊണ്ടുപോയി കൊടുക്കണോ? വേണ്ടല്ലോ. നേരെ ആ റിസൾട്ട് റെഡി ആകുമ്പോൾ ലാബിൽ നിന്ന് നേരെ ഡോക്ടറിന്റെ അടുത്തേക്ക് അയച്ചേക്കും അല്ലേ. അപ്പൊ അങ്ങനെ ഡോക്ടറിന് ആ റിപ്പോർട്ട് പെട്ടെന്ന് അസസ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ എന്താ, റിസൾട്ട് റെഡി ആകുമ്പോൾ നമ്മുടെ ഫോണിലേക്ക് വരാറില്ലേ. നമ്മളിപ്പോ വലിയ ഷുഗർ നോക്കാൻ കൊടുത്തു, നമ്മള് പിന്നെ അത് മേടിക്കാൻ പോണമെന്നില്ല അല്ലെ, നമ്മള് പൈസ അവിടെ അടച്ചാൽ മതി, നമ്മുടെ ഫോണിലേക്ക് അപ്പൊ തന്നെ വരും. റെഡി ആകുമ്പോൾ തന്നെ മെസ്സേജ് വരും അല്ലെ, ടെസ്റ്റിന്റെ റിസൾട്ട് വരാറില്ലേ. പിന്നെ നമ്മൾ അത് പോയി മേടിക്കണമെന്നില്ല. നമുക്ക് നോക്കണമെങ്കിൽ നമുക്ക് ഇടയ്ക്ക് നമ്മൾ ചെക്ക് ചെയ്യണവരൊക്കെ ആണെങ്കിൽ അല്ലേ. അങ്ങനെ റിസൾട്ട് റെഡി ആകുമ്പോൾ ഡോക്ടറിനെയും പേഷ്യന്റിനെയും ഒക്കെ അറിയിക്കുന്നു. ഓക്കെ, അടുത്തതാണ് എളുപ്പല്ലേ. ഇനി അടുത്തതാണ് റിപ്പോർട്ട് മാനേജ്മെന്റ്. റിപ്പോർട്ട് മാനേജ്മെന്റ്. ഓക്കെ, റിപ്പോർട്ട് മാനേജ്മെന്റ് എല്ലാ റിപ്പോർട്ടുകളും എല്ലാ റെക്കോർഡുകളും സംബന്ധിക്കുന്ന കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതാണ് കേട്ടോ. Report management module records and stores all the reports generated by the hospital. Hospital കുറേ റെക്കോർഡ്സ് ഉണ്ടാവും അല്ലെ. അപ്പൊ ഹോസ്പിറ്റലിൽ സൃഷ്ടിച്ചിട്ടുള്ള നിർമ്മിച്ചിട്ടുള്ള എല്ലാ റെക്കോർഡുകളും, ഹോസ്പിറ്റലിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള എല്ലാ റെക്കോർഡ്സുകളും എന്ത് ചെയ്യുന്നു, അത് സ്റ്റോർ ചെയ്യുന്നു. ഈ റിപ്പോർട്ട് മാനേജ്മെന്റ് മൊഡ്യൂള് അതിന് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുക ചെയ്യുന്നത്. In the case of financial report, ഇനി സാമ്പത്തികമായിട്ടുള്ള ഫിനാൻഷ്യൽ റിപ്പോർട്ട് ആണെങ്കിൽ അപ്പൊ അതായത് നമുക്ക് എന്താ ഈ സാമ്പത്തികമായിട്ടുള്ള ഫിനാൻഷ്യൽ ആയിട്ടുള്ള റിപ്പോർട്ട് ആണെങ്കിൽ ഇറ്റ് വെരിഫൈ ദ പെർഫോമൻസ് മെട്രിക്സ് ടു ചെക്ക് ദ ബിസിനസ് പ്രോഫിറ്റബിലിറ്റി. നമുക്ക് ഫിനാൻഷ്യൽ റിപ്പോർട്ട്, സാമ്പത്തിക റിപ്പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ അത് ലാഭത്തിലാണോ നഷ്ടത്തിലാണോ എന്ന് അറിയാൻ പറ്റൂലേ. ഇല്ലേ. ഇപ്പൊ ഹോസ്പിറ്റലിലെ ഫിനാൻഷ്യൽ റിപ്പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ വർഷം ഹോസ്പിറ്റൽ ലാഭമാണോ അല്ലെ, എത്ര ശതമാനം ലാഭത്തിലാണ് എന്നൊക്കെ നമുക്ക് വേഗം സാമ്പത്തിക റിപ്പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും അല്ലെ. അതായത് ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങള് അവിടെ ലാഭകരമാണോ അല്ലെങ്കിൽ നഷ്ടത്തിലാണോ ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്നതെന്നൊക്കെ ഫിനാൻഷ്യൽ റിപ്പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും അല്ലെ. ഇനി പിന്നെ അതുപോലെ തന്നെ ഇവിടെ കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. It also provides a comparison between the performance reports for different years. അതുപോലെ പല വർഷങ്ങളുമായിട്ട് നമുക്കത് കമ്പയർ ചെയ്യാൻ പറ്റുമല്ലോ ഇല്ലേ. ഇപ്പൊ 2000 എങ്ങനെയായിരുന്നു റിപ്പോർട്ട്, ഫിനാൻഷ്യൽ റിപ്പോർട്ട്, സാമ്പത്തിക റിപ്പോർട്ട് നോക്കാം. 2021 22, 23, 24, 25 അങ്ങനെ പല വർഷങ്ങളിലെയും ഫിനാൻഷ്യൽ റിപ്പോർട്ട് നമ്മൾ കമ്പയർ ചെയ്യാൻ പറ്റും. എന്നിട്ട് നമുക്ക് പറയാം കഴിഞ്ഞ വർഷത്തേക്കാളും ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഒരു ലാഭമായിട്ടാണ് അല്ലെങ്കിൽ ഇത്ര ശതമാനം ലാഭത്തിലാണ് പോകുന്നത്
അല്ലെ? നമുക്കത് കമ്പാരിസൺ സാധ്യമാക്കുന്നു. അതാണ് ഇറ്റ് ഓൾസോ പ്രൊവൈഡ് എ കമ്പാരിസൺ ബിറ്റ്വീൻ പെർഫോമൻസ് റിപ്പോർട്ട്സ് ഫോർ ദ ഡിഫറെന്റ് ഇയേഴ്സ്. പല വർഷങ്ങളിലുള്ള ഹോസ്പിറ്റലിന്റെ പെർഫോമൻസ് പ്രകടനം എങ്ങനെയാണ് അതിനെ നമുക്ക് കമ്പയർ ചെയ്യാനും സാധിക്കുന്നു. അൺഓതറൈസ്ഡ് പേഴ്സൺ ക്യാൻ അസസ് ദ റിപ്പോർട്ട്സ് എനി ടൈം. അതിന് അനുമതിയുള്ള വ്യക്തി, അല്ലെ? അനുമതിയുള്ള വ്യക്തിക്ക് ഇപ്പൊ ഫിനാൻസ് മാനേജറോ അങ്ങനെയൊക്കെ എന്തെങ്കിലും അങ്ങനെയുള്ള അതായിട്ട് അതിന് അനുമതിയുള്ള വ്യക്തിക്ക് ആ റിപ്പോർട്ട് ഏത് സമയത്തും അസസ് ചെയ്യാൻ പറ്റും. Unauthorized person can access the reports anytime. ഇതൊക്കെ besides you can use healthcare dashboards. ഇനി നമുക്ക് ഏതാണ് അടുത്ത് പറഞ്ഞേക്കാണ് ഹെൽത്ത് കെയർ ഡാഷ്ബോർഡ്സ്. ഹെൽത്ത് കെയർ ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ പിക്ചറിൽ കണ്ടില്ലേ, ഈ സാധനമാണ് കേട്ടോ. ഹെൽത്ത് കെയർ ഡാഷ്ബോർഡ്സ് ഇവിടെ ഇത് കണ്ടോ, ഗ്രാഫിലൂടെ നമ്മൾ പറഞ്ഞില്ലേ ഈ സാധനം, ഇത് കണ്ടോ ഗ്രാഫ് ചാർട്ട് റെപ്രസെന്റേഷൻ ആണ് ഹെൽത്ത് കെയർ ഡാഷ്ബോർഡ്സ് എന്ന് പറയുന്നത്. ഗ്രാഫിലൂടെ അല്ലെങ്കിൽ ചാർട്ടിലൂടെ ഒക്കെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. നോക്കിയേ, besides you can use a healthcare dashboard to present in the easy to read format. കണ്ടോ, അപ്പൊ നമുക്കത് ഈസി ആയിട്ട് വായിക്കാൻ പറ്റൂലേ? നമ്മൾ കുറെ നിരത്തി പിടിച്ച് കൂട്ടി എഴുതുന്നേക്കായും അങ്ങനെ ഗ്രാഫിലൂടെ പെട്ടെന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂലേ? ഇതൊരു ഹെൽത്ത് കെയർ ഡാഷ്ബോർഡ് എന്ന് പറയുന്ന വിഷ്വൽ ടൂൾസ് ആണ് കേട്ടോ. നമുക്ക് അങ്ങനെയല്ല, ഗ്രാഫ് പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര പെർസെന്റേജ് ആണെങ്കിലും ഒക്കെ നമുക്ക് അറിയാൻ പറ്റൂലേ? നമുക്ക് ഇങ്ങനെ സെൻസസ് ഒക്കെ ആണെങ്കിലും നമ്മളിങ്ങനെ ഇങ്ങനെ ഗ്രാഫിലൂടെ കാണിക്കുമ്പോൾ നമുക്ക് കഴിഞ്ഞ വർഷം എത്ര ശതമാനം, അതായത് റെക്കോർഡ് അത് വായിക്കുന്നതിനേക്കാളും അല്ലെ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് ഈ ഹെൽത്ത് കെയർ ഡാഷ്ബോർഡ്സ് അത് സഹായിക്കുന്നു. അത് ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്കത് കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് വായിക്കാനായിട്ട് പറ്റുന്നു. അടുത്തതാണ് വാക്സിനേഷൻ മാനേജ്മെന്റ്, സപ്പോർട്ട് മാനേജ്മെന്റ് കൂടിയുള്ളൂ. ഓക്കെ, ഇത്രയും ഇതവിടെ നിൽക്കട്ടെ കേട്ടോ. 9 എണ്ണം നമ്മൾ പറഞ്ഞത്. പെട്ടെന്ന് നോക്കി, അപ്പൊ ഇതിനകത്ത് നമ്മുടെ പേഷ്യന്റ് മാനേജ്മെന്റ് ഏതാണ്? പേഷ്യന്റുമായിട്ടുള്ള കാര്യങ്ങൾ, ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ ഈ പേഷ്യന്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ മോഡ്യൂള് പേഷ്യന്റിന്റെ കാര്യങ്ങളാണ് അവിടെ കൈകാര്യം ചെയ്യുന്നത്, അല്ലെ? അത് ഇൻപേഷ്യന്റ് ഔട്ട്പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ആവശ്യകതകളെ നിറവേറ്റുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ അടുത്ത ഫെസിലിറ്റി മാനേജ്മെന്റ് എന്ന് പറഞ്ഞ എന്താണ്? പേഷ്യൻസിന്റെ നല്ലൊരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് സ്റ്റാഫിന് എന്താണ് ആ ഹോസ്പിറ്റലിലെ ഫെസിലിറ്റിനെ കുറിച്ച് പെട്ടെന്ന് സ്റ്റാഫിന് ഇൻഫർമേഷൻ കിട്ടിയാൽ മാത്രമാണ് പേഷ്യൻസ് അതിൽ സാറ്റിസ്ഫൈഡ് ആവുള്ളൂ, അല്ലെ? നമുക്ക് അതുകൊണ്ട് ഈ റിസപ്ഷനിസ്റ്റിന്റെ ജോലിയൊക്കെ എളുപ്പത്തിലാക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. നമ്മൾ ചെന്ന് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ക്ലിക്കില് ആ റിസപ്ഷനിസ്റ്റിന് പറയാൻ പറ്റും, അല്ലെ? നമുക്ക് ബെഡ് അവൈലബിൾ ആണോ, അവിടുത്തെ ഓക്യുപ്പൻസി സ്റ്റാറ്റസ് ഓഫ് ദ സ്പെഷ്യലൈസ്ഡ് കെയർ കൊടുക്കുന്ന ആ റൂമില് അവിടുത്തെ സ്റ്റാറ്റസ് എങ്ങനെയാണ്, ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. പിന്നെ സ്റ്റാഫ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ സ്റ്റാഫിന്റെ കാര്യങ്ങളൊക്കെ കേട്ടോ. ഹോസ്പിറ്റൽ സ്റ്റാഫിന്റെ റെക്കോർഡ്, അവരുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് പറയും. സപ്ലൈ മാനേജ്മെന്റ് എന്ന് പറയുന്നത് മെഡിക്കൽ സപ്ലൈയുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെയാ വരുന്നത് കേട്ടോ. മെഡിക്കൽ എത്രമാത്രം മെഡിസിൻസ് നമുക്ക് ഇവിടെ ഉണ്ട്, അല്ലെങ്കിൽ നമുക്കത് അതനുസരിച്ച് ഇത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോക്ക് മൊത്തം തീരുന്നേക്കായി മുന്നൊക്കെ പെട്ടെന്ന് നമുക്ക് ഓർഡർ ചെയ്യാനും അങ്ങനെ അതിനൊക്കെ നമുക്ക് പറ്റും. സ്റ്റോക്ക് തീരുന്നതിന് മുന്നേ നമുക്ക് ഓർഡർ ചെയ്യാനും നെക്സ്റ്റ് പർച്ചേസ് ഒക്കെ ചെയ്യാനും ഒക്കെ പറ്റും. പിന്നെ അടുത്ത ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ അതനുസരിച്ച് തന്നെ ഈ റിപ്പോർട്ട് നമ്മൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റല് നമുക്ക് എന്താണ്, ഹോസ്പിറ്റലിലെ സാമ്പത്തിക വിവരങ്ങൾ ലാഭത്തിലാണോ അല്ലെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കേട്ടോ. അതൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കാം. പിന്നാണ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ പേഷ്യൻസിന്റെ ഇൻഷുറൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു. ഇൻഷുറൻസ് പെട്ടെന്ന് വാലിഡേഷൻ അല്ലെ, പെട്ടെന്ന് ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനൊക്കെ സഹായിക്കുന്നു. ലബോറട്ടറി മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ലാബ് റിപ്പോർട്ടുകൾ കാര്യങ്ങളൊക്കെ ഈ നമ്മുടെ ഡോക്ടറിന് പെട്ടെന്ന് അസസ് ചെയ്യാൻ പറ്റുന്ന, നമുക്കാണെങ്കിലും ലാബ് ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് അപ്പൊ തന്നെ റിപ്പോർട്ടുകൾ ഈസി ആയിട്ട് നമുക്ക് നോക്കാൻ പറ്റുന്നു. പിന്നെ നമ്മളാണെങ്കിൽ ചെന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ലാബ് റിപ്പോർട്ട് ഡീറ്റെയിൽസ് ഒക്കെ പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റും. റിപ്പോർട്ട് മാനേജ്മെന്റ് പിന്നെ ഇവിടെ
എന്താ എല്ലാ റിപ്പോർട്ടുകളും ഹോസ്പിറ്റലിൽ നിർമ്മിച്ചിട്ടുള്ള എല്ലാ റിപ്പോർട്ടുകളും കൈകാര്യം ചെയ്യുന്ന റിപ്പോർട്ട് മാനേജ്മെന്റ് മൊഡ്യൂളാണ്. ഫിനാൻഷ്യൽ റിപ്പോർട്ടിന്റെ കാര്യം പ്രത്യേകം പറയുന്നുണ്ട്. അവിടെ അത് വെച്ചിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും മറ്റുള്ള വർഷങ്ങളുമായിട്ട്. ഇപ്പൊ ഹോസ്പിറ്റലിന്റെ ഫിനാൻഷ്യൽ എങ്ങനെയാണെന്നുള്ളതൊക്കെ കൈകാര്യം ചെയ്യാനൊക്കെ പറ്റും. പിന്നെ അത്രയല്ലേ നമ്മൾ പറഞ്ഞോളൂ. 9 പറഞ്ഞിട്ട് ബാക്കിയൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. രണ്ടെണ്ണം കൂടി ഉള്ളു കമ്പോണൻസ്. ഓക്കെ, പിന്നെ ബെനിഫിറ്റ്സ് ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇത്രയൊക്കെ ഒന്ന് വായിച്ചു വെക്കുക. എളുപ്പമുള്ളതാണ്, അതുകൊണ്ട് തന്നെ ഒന്ന് വായിച്ചു വെച്ചേക്കാം.